السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 26-ാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് അബസീനയിലേക്ക് ഹിജറ പോയ ആദ്യത്തെ സംഘം മക്കയിൽ സൂറത്തു നജ്മുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് വിശദമായിട്ട് നമ്മൾ പരാമർശിച്ചു. ആ സംഭവം അരങ്ങേറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേട്ട സന്ദർഭത്തിൽ അവർ ആ പലായനം ചെയ്ത ആ സംഘം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഏകദേശം മക്കയുടെ സമീപത്തെത്തിയ സന്ദർഭത്തിലാണ് അവർ കേട്ട ആ വാർത്ത തെറ്റായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. വന്ന ആളുകളെല്ലാം പല ആളുകളും മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ മറ്റൊരു കാര്യം, നമ്മുടെ ഭാഷയിൽ ഒരാൾ മക്ക വിടുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആ പാസ്പോർട്ട് ക്യാൻസലായി. പിന്നീട് അദ്ദേഹത്തിന് തിരിച്ച് സുരക്ഷിതമായിട്ട് വീണ്ടും മക്കയിലേക്ക് കയറണമെങ്കിൽ അദ്ദേഹം ഒരു പുതിയ സംരക്ഷകനെ കണ്ടെത്തേണ്ടതുണ്ട്, ഒരു കഫീലിനെ അദ്ദേഹം കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പിന്നീടുള്ള കാലം സുരക്ഷിതമായിട്ട് അവിടെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തിരിച്ചെത്തിയ ഓരോ ആളുകളും അവർക്ക് വേണ്ടി ഒരു സംരക്ഷകനെ തിരയാൻ തുടങ്ങി. പ്രസിദ്ധമായിട്ടുള്ള സംഭവം സീറത്ത് ഇബ്നു ഇസാഖിൽ വായിക്കാൻ സാധിക്കും. ആ കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നേരെ വലീദ് ബിൻ മുഗീറ അദ്ദേഹം സമീപിച്ചു. അവർ ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറ നേരത്തെ ഞാൻ പറഞ്ഞു മക്കയിലെ ഏറ്റവും വലിയ ഖുറൈശി പ്രമാണിയാണ്. അതായത് ബനു മഖ്സൂം ഗോത്ര തലവനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ആയത്തുകൾ, ദർനി വമൻ ഖലഖ്തു വഈദ വജഅൽതു ലഹു, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതെല്ലാം. ആ പ്രസിദ്ധനായിട്ടുള്ള വലീദ് ബിൻ മുഗീറയെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് അദ്ദേഹം സംരക്ഷണം ആവശ്യപ്പെട്ടു. നിങ്ങൾ എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ഉടനെ തന്നെ വലീദ് ബിൻ മുഗീറ അദ്ദേഹം ഉസ്മാൻ ബിൻ മദ്ഊനുമായിട്ട് മക്കയിലേക്ക് പോയി കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഞാൻ ഉസ്മാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടു കൂടെ പിന്നീട് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു 100% സുരക്ഷിതനായിട്ട് മാറുകയാണ്. പിന്നീട് മറ്റൊരാളും അദ്ദേഹത്തിന്റെ മേലെ കൈവെക്കില്ല എന്നുള്ള. പക്ഷേ തിരിച്ചെത്തിയ മറ്റു പല ആളുകൾക്കും സംരക്ഷകരെ അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽ നിന്ന് വീണ്ടും അവർക്ക് ശക്തമായിട്ടുള്ള നിരവധി മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരാൻ, അവരേൽക്കേണ്ടി വരുന്ന അവർക്ക് ഏൽക്കുന്ന ആ മർദ്ദനങ്ങളെല്ലാം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം തന്റെ കൂടെ വന്ന പല ആളുകളെയും സംരക്ഷിക്കാൻ ആളുകളില്ല. അവരെ ശത്രുക്കൾ ഇതേ രൂപത്തിൽ ശക്തമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ മാത്രം സുരക്ഷിതനായിട്ട് ഇവിടെ ജീവിക്കാൻ. എന്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ദീനിന്റെ മാർഗത്തിൽ യാതനകളും മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിലും ഞാൻ ബഹുദൈവാരാധകനായിട്ടുള്ള ഒരാളുടെ സംരക്ഷണത്തിൽ നിർഭയത്വത്തോടുകൂടെ ഇവിടെ ജീവിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും വലീദ് ബിൻ മുഗീറ അദ്ദേഹം സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ദയവ് ചെയ്ത് ആ സംരക്ഷണം നിങ്ങൾ പിൻവലിക്കണം. റുദ്ദ അലിയ ജിവാരിക്. അത്ഭുതത്തോടു കൂടെ വലീദ് ബിൻ മുഗീറ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി, നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം കാരണം പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം മതി എന്ന് അദ്ദേഹം മറുപടി പറയാണ്. ഉടനെ തന്നെ വലീദ് ബിൻ മുഗീറ അദ്ദേഹം നേരത്തെ ചെയ്ത പോലെ തന്നെ മക്കയിലേക്ക് പോയിട്ട് അവിടെ പരസ്യമായിട്ട് അദ്ദേഹം ഈ സംരക്ഷണം പിൻവലിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അപ്പൊ വലീദിന്റെ ആ സംരക്ഷണം പിൻവലിച്ചതിന് ശേഷം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഖുറൈശികളുടെ ഒരു നാദി, ഒരു സദസ്സ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഖുറൈശികൾ എന്തോ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അക്കാലഘട്ടത്ത് മക്കയിലെ ഒരു പ്രധാനപ്പെട്ട കവിയെ കൊണ്ടുവന്ന്, അതിഥിയായിട്ട് കൊണ്ടുവന്ന് അവിടെ ഒരു കവിതാ സദസ്സ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന കവി ലബീദ് ബിൻ റബീഅ നേരത്തെ 5-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഹുനഫാകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്.
ആ സദസ്സ് വഴി കടന്നുപോയ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവും ആ സദസ്സിൽ പോയിരുന്നു. ആ സന്ദർഭത്തിൽ ലബീദ് ഇബ്നു റബീഅ അദ്ദേഹം മനോഹരായിട്ടുള്ള ചില കവിതാശകലങ്ങൾ അദ്ദേഹം ഉരുവിടുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതെല്ലാം നശിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലും സമാനമായിട്ട് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു വരിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബീദിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ സാധിക്കും. അസ്ദഖു കലിമത്തിൻ ഖാലഹ ഷാഇർ, കവികളിൽ വെച്ച് കവികളെല്ലാം, അതായത് കവികൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വാക്ക് ലബീദ് പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരികൾ ഉദ്ധരിക്കുന്നുണ്ട്, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതെല്ലാം നശിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സമാനമായിട്ട് സൂറത്തുർ റഹ്മാനിൽ കുല്ലുമൻ അലൈഹാ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അതേ ആശയാണ് ആ ഒരു കവിതാ ഭാഗത്തുള്ളത്. നമുക്കറിയാം ഖുറൈശികൾ, മക്കയിലുള്ള ആളുകൾ, ഖുറൈശികളായിട്ടുള്ള ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ആ വിശ്വാസം അവർ വിശ്വസിച്ചത് നേരായ രൂപത്തിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒരു കവിതാശകലങ്ങൾ അവിടെ ചൊല്ലി. അത് കേട്ട സന്ദർഭത്തിൽ സദസ്സിൽ നിന്നും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, സദഖ്ത, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ലബീദ് അദ്ദേഹം അടുത്ത കവിതാ വരികൾ അദ്ദേഹം ഉരുവിട്ടു, വകുല്ലു നഈമിൻ ലാ മഹാലത സാഇൽ, അദ്ദേഹം പറയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും നശ്വരാണ്. നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒരിക്കലും നശിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സദസ്സിൽ നിന്നും വിളിച്ചു പറഞ്ഞു, കദബ്ത നഈമുൽ ജന്നത്തി ലാ യസൂൽ, നിങ്ങൾ പറഞ്ഞത് കളവാണ്. സ്വർഗത്തിന്റെ സുഖം ഒരിക്കലും നശിക്കുന്നതല്ല, അത് ശാശ്വതാണ്. പരസ്യമായിട്ട് ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തിരുത്താണ്. അതും മക്കയിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി. ലബീദ് ഇബ്നു റബീഅക്ക് അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം ഉടനെ തന്നെ ഖുറൈശികളോട്, യാ മഅ്ശറ ഖുറൈശികളെ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്നു മുതലാണ് നിങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികളോട് ഇത്രയും മോശമായിട്ടെല്ലാം പെരുമാറാൻ തുടങ്ങിയത്? എന്നു മുതലാണ് നിങ്ങൾക്ക് ഈ ശീലെല്ലാം വന്നത്? അദ്ദേഹം പരസ്യമായിട്ട് ചോദിച്ചു. അത് ഖുറൈശികൾക്ക് സഹിച്ചില്ല. കാരണം അവർ കൊണ്ടുവന്ന അതിഥിയെ പരസ്യമായിട്ട് അപമാനിക്കുകയാണ്. ഖുറൈശികൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഈ പറയപ്പെട്ട വ്യക്തി അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല, അദ്ദേഹം ഞങ്ങളുടെ മതമെല്ലാം ഉപേക്ഷിച്ച് ഒരു പോയ വിഡ്ഢിയാണ്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ വാക്ക് കണക്കിലെടുക്കേണ്ടതില്ല എന്നെല്ലാം പറഞ്ഞ് അവർ മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിക്കുക മാത്രമല്ല, അത് പറഞ്ഞു ഉടനെ തന്നെ അവർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മേലേക്ക് അവർ ചാടി എന്നുള്ള, മുഖത്ത് അദ്ദേഹത്തിനെ ശക്തമായിട്ട് അടിച്ച് അദ്ദേഹത്തിന്റെ ഇടത് കണ്ണിനാണ് അടി പതിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ കണ്ണിന് സാരമായിട്ടുള്ള പരിക്കേറ്റു എന്നുള്ള. പരിക്കേറ്റ സന്ദർഭത്തിൽ അദ്ദേഹം സന്തോഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഈ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് സമാധാനം. കാരണം എന്റെ സുഹൃത്തുക്കൾ, എന്നോടൊപ്പം തിരിച്ചെത്തിയ പല ആളുകളും ഇതിനേക്കാളേറെ നിരവധി മർദ്ദനങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് ഇതെങ്കിലും സഹിക്കേണ്ടി വന്നല്ലോ എന്ന് അദ്ദേഹം സമാധാനിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ഈമാൻ. ഈ വാർത്ത തീർച്ചയായിട്ടും വലീദ് ഇബ്നു മുഗീറ അറിഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തതല്ലേ, നിങ്ങളത് പിൻവലിച്ചതുകൊണ്ടല്ലേ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോഴാണ് സമാധാനമായത്, ഇപ്പോഴാണ് എനിക്കൊരു സംതൃപ്തിയായത്. കാരണം എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇതിനേക്കാളെല്ലാം അവരനുഭവിക്കുന്നുണ്ട്, എനിക്ക് ഇതെങ്കിലും ലഭിച്ചല്ലോ എന്ന് അദ്ദേഹം സന്തോഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹം പിന്നീട് രണ്ടാമത്തെ ഹിജ്റയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മദീനയിലേക്ക് ഹിജ്റ പോയി ഉടനെ തന്നെ ഹിജ്റ പോയ ഉടനെ തന്നെ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ടാണ് പിന്നീട് മരണപ്പെടുന്നത്. അതായത് മദീനയിൽ മരണപ്പെട്ട ആദ്യത്തെ മുഹാജിർ കൂടെയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ചുംബിച്ച് ആ മയ്യത്ത് ഖബറടക്കാനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം വലീദ് ഇബ്നു മുഗീറയുടെ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹം ആ സംരക്ഷണം പിൻവലിച്ചു. അതേപോലെ തന്നെ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ വായിക്കാൻ സാധിക്കും, മറ്റൊരു വ്യക്തി അബൂസലമയും ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പിൽ ഹിജ്റ പോയിരുന്നു. അദ്ദേഹം സംരക്ഷകനായിട്ട്, തനിക്കൊരു സംരക്ഷകന് വേണ്ടി അദ്ദേഹം അബൂ ത്വാലിബിനെയാണ് അദ്ദേഹം സമീപിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബൂ സലമ അദ്ദേഹം ബനൂ മഖ്സൂം ഗോത്രക്കാരനാണ്.
ബനു മഖ്സൂം, അതായത് വലീദ് ബിൻ മുഗീറ, അബൂജഹലെല്ലാം ഇരിക്കുന്ന പ്രധാനപ്പെട്ട ബനു ഹാഷിം ഗോത്രക്കാരുമായിട്ട് അവർ കാലങ്ങളായിട്ട് അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബനു മഖ്സൂം ഗോത്രക്കാരനാണ് അബൂ സലമ. അദ്ദേഹം തന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി സമീപിക്കുന്നത് അബൂ ത്വാലിബിനെയാണ്. അബൂ ത്വാലിബ് ബനു ഹാഷിം ഗോത്രമാണ്. അബൂ ത്വാലിബിനെ സമീപിക്കാനുള്ള കാരണം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടൊരു ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. കുടുംബ ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി, അതായത് പിതൃ സഹോദരി അബ്ദുള്ളയുടെ സഹോദരി അബൂ സലമയുടെ മാതാവാണ്. ആ ഒരു കെയർ ഓഫിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട്. ആ ഒരു കെയർ ഓഫിലാണ് അബൂ ത്വാലിബിനെ അദ്ദേഹം സമീപിക്കുന്നത്. അപ്പൊ അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. പക്ഷെ ആ സംരക്ഷണം ഏറ്റെടുത്തത് പിന്നീട് അദ്ദേഹത്തിന്റെ ഗോത്രം ബനു മഖ്സൂം ഗോത്രക്കാരറിഞ്ഞു. അതവർക്ക് സഹിച്ചില്ല. കാരണം ഇത്രയും വലിയൊരു ഗോത്രമായിട്ടും അദ്ദേഹം അബൂ ത്വാലിബിനെ സമീപിച്ച് ഞങ്ങളിലുള്ള ഒരാളെ അതായത് അവർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തങ്ങളിലുള്ള ഒരാളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അത് അവരുടെ ഇമേജിനെ കൂടെ ബാധിക്കുന്നതാണ്. അപ്പോൾ അവർ ഉടനെ തന്നെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ബനു മഖ്സൂം ഗോത്രത്തിലുള്ള ഒരു സംഘം അബൂ ത്വാലിബിനെ സമീപിക്കുകയാണ്. അപ്പൊ അബൂ ത്വാലിബ് വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുന്നത് പോലെ ഞാൻ അബൂ സലമയെയും ഞാൻ സംരക്ഷണം ഏറ്റെടുത്തു, അതിലെന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത് വലിയ തർക്കമായി. അവസാന തർക്കം മൂത്ത സന്ദർഭത്തിൽ ആ സദസ്സിൽ നിന്നും അബൂലഹബ്, ചിന്തിച്ചു നോക്കുക, അബൂലഹബ് എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, ഈ വൃദ്ധനെ ഇനിയും നിങ്ങൾ ഇനിയും അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണോ? ഒരുപാട് കാലമായല്ലോ നിങ്ങൾ ഇദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ? അബൂലഹബാണ് ചോദിക്കുന്നത്. അബൂ ത്വാലിബിനെ അനുകൂലിച്ചുകൊണ്ട് അബൂലഹബ് അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, അബൂലഹബ് പരിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞു സൂറത്തുൽ ലഹബിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂലഹബ് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം നൽകുന്നത് കൊണ്ട് തന്നെ അബൂ ത്വാലിബിനോടും അദ്ദേഹത്തിന് ശത്രുതയുണ്ട്. പക്ഷേ എങ്കിലും അവരൊരു രക്തബന്ധമുണ്ട്. ആ രക്തബന്ധത്തിന്റെ പേരിലാണ് അബൂ ത്വാലിബിനോട് ഒരല്പം അനുകമ്പയോടുകൂടെ അബൂലഹബ് ആ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. അതിന്റെ പുറത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഒരു വൃദ്ധനെ ഇനിയും ഉപദ്രവിച്ചത് മതിയായില്ലേ? ഉത്റുക്കുഹു, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക. വല്ലാഹി ഇനിയും അദ്ദേഹത്തിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് അബൂലഹബ് അവിടെ വെച്ചുകൊണ്ട് പറയാൻ. അപ്പൊ അബൂലഹബ് ഈ രൂപത്തിലെല്ലാം സംസാരിച്ചതോടുകൂടെ ആ സദസ്സ് പിരിഞ്ഞു. അവരത് ആ വിഷയം ഉപേക്ഷിച്ചുകൊണ്ട് അവർ തിരിച്ചു പോവാൻ. അപ്പൊ ചിന്തിച്ചു നോക്കുക, അബൂലഹബാണ് അബൂ ത്വാലിബിന് അനുകൂലമായിട്ട് സംസാരിച്ചത്. അത് ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അബൂ ത്വാലിബിനോടുള്ള ആ ബന്ധത്തിന്റെ പുറത്താണ്. ചില സന്ദർഭത്തിൽ അങ്ങനെയാണല്ലോ, എത്ര ശത്രുതയുണ്ടെങ്കിൽ ആ രക്തബന്ധം അത് ചില സന്ദർഭത്തിൽ അവരെ വല്ലാതെ ഉപദ്രവിക്കുന്നത് കാണുന്ന സന്ദർഭത്തിൽ ആ ബന്ധത്തിന്റെ പുറത്ത് നമുക്കൊരു വേദന ഉണ്ടാകും. ഏതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിലൂടെ ആ തർക്കം പരിഹരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ഇന്നല്ലാഹ ല യുഅയ്യിദു ഹാദദ്ദീൻ ബിറജുലിൻ ഫാജിർ. ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോശം ആളുകളിലൂടെ ഈ ദീനിനെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും അബൂ സലമ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇപ്പൊ മക്കയിലേക്ക് അവർ തിരിച്ചെത്തിയെങ്കിലും വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് സംരക്ഷകർ ലഭിച്ച ചില ആളുകൾ ആ സംരക്ഷകർ ഉപേക്ഷിച്ചു. നേരത്തെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കയിലെ ആ സാഹചര്യങ്ങൾ പഴയപടി സമാനമായിട്ട് തുടരുകയാണ്. അതായത് ഖുറൈശികളുടെ പീഡനത്തിന് യാതൊരു കുറവുമില്ല. അവർ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ മർദ്ദനങ്ങളും പീഡനങ്ങളെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സഹിക്കാൻ കഴിയാതായ സന്ദർഭത്തിൽ ആ തിരിച്ചെത്തിയ സംഘം, അതായത് അബിസീനിയയിൽ നിന്ന് തിരിച്ചെത്തിയ സംഘം, അവരിൽ അധികം ആളുകളും വീണ്ടും അബിസീനിയയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അവർ കഷ്ടിച്ച് 2-3 ആഴ്ച മാത്രമാണ് മക്കയിൽ താമസിച്ചത്. പക്ഷേ ആ താമസിച്ച സന്ദർഭത്തിൽ അവർക്ക് അബിസീനിയയിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അവിടെ അവർ സമാധാനമായിട്ട് ജീവിച്ച ആ വാർത്തയെല്ലാം അവരുടെ വായിൽ നിന്ന് തന്നെ മറ്റുള്ള ആളുകൾക്കിടയിലേക്ക് പടർന്നു. അതായത് ആ വാർത്ത അവിടെ വൈറലായി. സുബ്ഹാനല്ലാഹ്, മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് ചിന്തിക്കേണ്ടത്, ഒരുപക്ഷേ ആ സംഘം തിരിച്ചെത്തിയതിലുള്ള ഒരു യുക്തി അതായിരിക്കണം. അല്ലാഹു ആലം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് മറ്റുള്ള ആളുകൾ
ഇതിനേക്കാൾ യാതൊരു പീഡനം സഹിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭൂമി ഉണ്ടെന്നുള്ള വാർത്ത അവരിൽ നിന്ന് തന്നെ മറ്റുള്ള ആളുകൾ നേരിട്ട് കേൾക്കുകയാണ്. പുതിയ നാടാണ്, പുതിയ ഭാഷ, പുതിയ സംസ്കാരം, അതെല്ലാം അവിടെ ആണെങ്കിലും പക്ഷേ ഒരാളെയും ഭയപ്പെടാതെ ഒരു ഉപദ്രവവും ഏൽക്കാതെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കുന്നുള്ളത് ആ ഒരു വലിയ അനുഗ്രഹം അബിസീനിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾ ഖുറൈശികളോട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ഖുറൈശിൽ, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അമ്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒന്ന് അമ്ന്, നിർഭയമായിട്ടൊരു സ്ഥലത്ത് ജീവിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഭക്ഷണം. ഈ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾ രണ്ടും അബിസീനിയയിൽ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പൊ അത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ട സന്ദർഭത്തിൽ നേരത്തെ പോകാത്ത നിരവധി ആളുകൾക്കെല്ലാം അവരോടൊപ്പം അബിസീനിയയിലേക്ക് യാത്ര പോകാൻ അവർക്ക് താല്പര്യം വന്നു. രണ്ടാമത് വലിയൊരു സംഘമാണ് അബിസീനിയയിലേക്ക് പോകുന്നത്. മറ്റൊരു സൈഡ് പോയിന്റ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ സംഘത്തോടൊപ്പം തിരിച്ചെത്തിയ എല്ലാ ആളുകളും രണ്ടാമത് പോകുന്നില്ല. ചില ആളുകൾ അവർ രണ്ടാമത്തെ സംഘത്തോടൊപ്പം പോകാതെ മക്കയിൽ തന്നെ അവർ താമസം തുടർന്നു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത് പോകുന്നില്ല. ആദ്യത്തെ സംഘത്തോടൊപ്പം തിരിച്ചെത്തി പിന്നീടുള്ള കാലം മക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ മദീന ഹിജ്റയിലാണ് അദ്ദേഹം പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും രണ്ടാമത്തെ സംഘത്തോടൊപ്പം പോകുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ഹിജ്റക്ക് ഒരു വലിയ സംഘം 80-ലധികം വരുന്ന ഒരു സംഘമാണ് രണ്ടാമത്തെ ഹിജ്റക്ക് വേണ്ടി പുറപ്പെടുന്നത്. 82 83 ആളുകൾ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ വെറും 15-16 ആളുകൾ മാത്രമാണ്. ഇപ്പോൾ അതിന്റെ 4-5 ഇരട്ടി ആളുകളാണ് ഒന്നിച്ചു പോകുന്നത്. അതായത് അപ്പം മൊത്തം ആ ഒരു സന്ദർഭത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന മൊത്തം മുസ്ലിങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷെ ഏതായിരുന്നാലും ആ മൊത്തം മുസ്ലിങ്ങളുടെ ഒരു 50% ആളുകൾ ഒന്നിച്ച് രണ്ടാമത്തെ സംഘത്തോടൊപ്പം പോവാണ്. 83 പുരുഷന്മാരും 18-19 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു അത് എന്നാണ് സീറത്ത് ഇബ്നു ഹിശാമിൽ അതേപോലെ തന്നെ ഇബ്നു സഅദിന്റെ തബഖാത്തിലെല്ലാം വായിക്കാൻ സാധിക്കും. അതിൽ ആ സംഘത്തിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ രണ്ടാമത് ഹിജ്റ പോയ ആ സംഘത്തിന്റെ നേതാവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. ചെറിയ പ്രായമാണ്, 25 വയസ്സിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. അപ്പൊ അത്രയും ആളുകൾ ഉണ്ടായിട്ടും ഈ യുവാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രാ സംഘത്തിന്റെ അമീറായിട്ട് എന്തുകൊണ്ട് നിയോഗിച്ചു എന്നുള്ളത് അതിലുള്ള യുക്തി ഇൻഷാ അല്ലാഹ് ഒരല്പം കഴിയുമ്പോൾ കാണും. മനോഹരമായിട്ടുള്ള ചരിത്രമാണ്. ആ സംഘം, അതായത് 80-ലധികം വരുന്ന ആ സംഘം അബിസീനിയയിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി. ആദ്യം പോയ പോലെയല്ല, കാരണം നിരവധി ആളുകൾ, അതിന്റെ 5 ഇരട്ടി ആളുകളാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ മക്ക എന്നുള്ളത് ജനനിബിഡായിട്ടുള്ള ഒരു വലിയൊരു പട്ടണം എന്നല്ല. പ്രത്യേകം മനസ്സിലാക്കുക, 2000-ൽ താഴെയാണ് അവിടെയുള്ള പോപ്പുലേഷൻ. അതിൽ നിന്ന് ഇത്രയും ആളുകൾ ഒന്നിച്ചു പോവാൻ ആദ്യമായിട്ടാണ് മക്കയിൽ നിന്ന് ഇത്രയും ആളുകൾ ഒന്നിച്ച് സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. അതും ഖുറൈശികളാണ് മക്ക നിയന്ത്രിക്കുന്നത്. പേരുകേട്ട ഗോത്രമാണ്, കഅബയുടെ സംരക്ഷകരാണ്. അറേബ്യയിലുള്ള മറ്റുള്ള ഗോത്രങ്ങളെല്ലാം ആദരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ്. അവർക്കിടയിൽ താമസിക്കുന്ന അവരുടെ നാട്ടിൽ നിന്നും ഇത്രയും ആളുകൾ ഒന്നിച്ച് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകേണ്ടി വരിക, അത് മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ അത് ഖുറൈശികൾക്കൊരു അപമാനമാണ്. അത് മാത്രമല്ല, ഖുറൈശികളും മറ്റൊരു കാര്യം ഭയപ്പെടുന്നുണ്ട്. കാരണം അബിസീനിയയിലേക്ക് പോയ ആളുകൾ അവിടെ സുരക്ഷിതരാണ്. അവരവിടെ അവരുടെ ജീവനും വിശ്വാസത്തിനെല്ലാം 100% അവിടെ സുരക്ഷിതാണ്. അതുകൊണ്ട് തന്നെ അവര് സ്വാഭാവികമായിട്ട് അബിസീനിയയിലേക്ക് പോയി അവിടെ അവർ വളർന്ന് കൂടുതൽ ആളുകളെല്ലാം കൂട്ടി പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചെങ്ങാനും വന്ന് ഞങ്ങളെ കീഴടക്കും എന്നുള്ള ഭയം എല്ലാം ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണം ഈ പോയ മുസ്ലിങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഖുറൈശികൾ അവർ തീരുമാനിക്കണം. ഒന്നടങ്ക് ഖുറൈശികൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു വലിയ ദൗത്യം, ആ ഒരു മിഷൻ നിർവഹിക്കാൻ വേണ്ടി ഖുറൈശികൾ അവർക്കിടയിൽ നിന്നും ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരാളെ ഖുറൈശികൾ നിയോഗിക്കുകയാണ്. അവർ നിയോഗിച്ചത് മറ്റാരുമല്ല, അംറു ബിനുൽ ആസിനെയാണ്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിസമർത്ഥനായിട്ടുള്ള അതിബുദ്ധിശാലിയായിട്ടുള്ള വ്യക്തിയായിരുന്നു അംറു ബിൻ ആസ്. അദ്ദേഹത്തെ ദാഹിയത്തുൽ അറബ് എന്നുള്ള അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് അറബികൾക്കിടയിലുള്ള ജീനിയസ്, അതിസമർത്ഥനായിരുന്നു. നമുക്കറിയാം അദ്ദേഹം പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു.
പിന്നീട് ആ സാമർത്ഥ്യം ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫാത്തിഹു മിസ്ർ, അദ്ദേഹം മിസ്ർ ഈജിപ്ത് കീഴടക്കുന്നുണ്ട്. പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെല്ലാം മുആവിയയുടെ വലങ്കയായിട്ടെല്ലാം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അംർ ബിൻ ആസിനെയാണ് ഖുറൈശികൾ ആ ദൗത്യത്തിനു വേണ്ടി അബിസീനയിലേക്ക് അയച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ സഹായിയായിട്ട് മറ്റൊരു വ്യക്തിയെയും അവർ നിയോഗിച്ചു. അത് അബ്ദുല്ലാഹിബ്നു അബി റബീഅ എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തി. ചില റിപ്പോർട്ടുകളിൽ, ചുരുക്കം ചില ഗ്രന്ഥങ്ങളിൽ അത് ഉമാറ ഇബ്നു വലീദ് ഇബ്നു മുഗീറ ആയിരുന്നെന്നും ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷേ പ്രബലമായിട്ടുള്ള അഭിപ്രായം അബ്ദുല്ലാഹ് ഇബ്നു അബി റബീഅയാണ്. ഈ രണ്ടാളുകൾ അബിസീനയിലേക്ക് അവർ പുറപ്പെടാൻ, അവർ വെറുങ്കയോടെ അല്ല യാത്രയാകുന്നത്, മറിച്ച് എങ്ങനെയെങ്കിലും അവിടെയുള്ള ഭരണാധികാരി നജ്ജാഷിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പാട്ടിലാക്കണം. അപ്പൊ നജ്ജാഷിയെ വരുതിയിലാക്കാൻ വേണ്ടി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവർ യാത്ര പോകുന്ന സന്ദർഭത്തിൽ അവർ കയ്യിൽ കരുതി. ഏറ്റവും വിലപിടിപ്പുള്ള അക്കാലഘട്ടത്ത് മക്കയിലെ ഏറ്റവും ബ്രാൻഡഡ് സാധനം എന്നുള്ളത് ലെതറായിരുന്നു. അതായത് ചുവന്ന ഒട്ടകത്തോല് കൊണ്ട് അവർ നിർമ്മിക്കുന്ന ലെതർ. അത് മക്കൾക്ക് പുറമേക്ക് പ്രധാനമായിട്ട് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും ബ്രാൻഡഡ് സാധനം ലെതറാണ്. അതവര് നിരവധി ഇതേ രൂപത്തിൽ ലെതറെല്ലാം പാക്ക് ചെയ്ത് അവർ കയ്യിലെടുത്തു. മക്കയിൽ ലെതറും മദീനയിൽ കാരക്കയായിരുന്നു, ഈത്തപ്പഴായിരുന്നു. അവരേതായിരുന്നാലും അബിസീനയിലേക്ക് യാത്രയായി. അവർ അബിസീനയിൽ എത്തിയ സന്ദർഭത്തിൽ അവർ നേരിട്ട് നജ്ജാഷിയുടെ അടുത്ത് പോകാതെ ആദ്യം അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു അംർ ബിൻ ആസ് അദ്ദേഹം നല്ലൊരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഒരാളെ കീഴടക്കേണ്ടതെന്ന്. അദ്ദേഹം ആദ്യം തന്നെ നജ്ജാഷിയുടെ മന്ത്രിമാരെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, വസീർ, അതേപോലെ തന്നെ ക്രൈസ്തവ ഭൂപ്രദേശം, അവിടെയുള്ള പാത്രിയാർക്കീസ് അൽ ബത്വാരിഖ, അതേ രൂപത്തിലുള്ള ആ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം അവർ ആദ്യം പോയിട്ട് കണ്ടു. അവരെ കണ്ടിട്ട് അവർക്ക് ഈ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളിൽ പലതും നൽകിയിട്ട് അവർ പറഞ്ഞു, അതായത് അവരിലൂടെ രാജാവിനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കാൻ അവർ കാര്യം പറഞ്ഞു. ഇതേ രൂപത്തിൽ ചില ആളുകൾ അവരുടെ ലക്ഷ്യം പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു, നാളെ ആ രാജാവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഞങ്ങൾ ഇക്കാര്യം സംസാരിക്കുക, അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പൊ ഇതേ രൂപത്തിൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എല്ലാം കിട്ടിയ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ റിഷ്വ, പച്ച കൈക്കൂലിയാണ് അവർ നൽകുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്കറിയാം ഇക്കാലഘട്ടത്തും അത് സമാനമായിട്ടാണ് ഇന്നത്തെ ലോകത്തും. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും കാര്യം ലഭിക്കാൻ നമ്മൾ അദ്ദേഹത്തിന്റെ പിയ വഴി കൈക്കൂലെല്ലാം കൊടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ മതത്തിന്റെ ഒരു ഭംഗി അവിടെയും നമ്മൾ കാണാൻ സാധിക്കും. മറ്റൊരു സൈഡ് പോയിന്റ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൂലിയെ സംബന്ധിച്ചെല്ലാം എത്ര ശക്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ സംസാരിച്ചത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈക്കൂലി ലഅനല്ലാഹു റാശി വൽ മുർതശി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ, കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ എന്നാ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവകരമായിട്ടുള്ള താക്കീതാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതേ രൂപത്തിൽ കൈക്കൂലി നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായിട്ട് വിലക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, അതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ ഭരണ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എന്തെങ്കിലും കൈക്കൂലി നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലുള്ള വീഴ്ചക്കും അതേപോലെ തന്നെ അർഹരായിട്ടുള്ള ആളുകളുടെ അവകാശ ധ്വംസനത്തിനെല്ലാം അത് കാരണമാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് ഇതിനെ വിലക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. അദ്ദേഹം സക്കാത്ത് ആളുകളിൽ നിന്ന് സക്കാത്ത് എല്ലാം പിരിച്ചെടുത്ത സന്ദർഭത്തിൽ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി നിരവധി സമ്മാനങ്ങൾ കൊടുത്തു. അതുമായിട്ട് അദ്ദേഹം തിരിച്ചെത്തി ആ സക്കാത്തിന്റെ മുതലെല്ലാം അവിടെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ചില സാധനങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് പാരിതോഷികമായിട്ട് ലഭിച്ചതാണ്. അതെല്ലാം അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് വെച്ച് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടു കൂടി ചോദിച്ചു, ഇതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ശക്തമായിട്ട് ദേഷ്യപ്പെടാൻ. കാരണം ബൈത്തുൽ മാൽ സക്കാത്ത് പിരിക്കുന്നതിന് അദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്ന് ഓൾറെഡി അദ്ദേഹം ശമ്പളം പറ്റുന്നുണ്ട്. അതിന് പുറമെയാണ് ആളുകളിൽ നിന്നും അദ്ദേഹത്തിന് ഇതേ രൂപത്തിലുള്ള ഗിഫ്റ്റ് അദ്ദേഹം സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിലായിരുന്നു ഇരുന്നതെങ്കിൽ ഇതേ രൂപത്തിലുള്ള പാരിതോഷികങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആളുകൾ കൊണ്ടുവന്ന് തരുമായിരുന്നോ?
നിങ്ങൾ വീട്ടിലിരുന്നാൽ ഇതേ രൂപത്തിലുള്ള പാരിതോഷികം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നോ? അതില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് പൊതുഖജനാവിന് അർഹതപ്പെട്ടതാണ്. ഇതിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ അതിൽ ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായിട്ട് അദ്ദേഹത്തോട് കോപിക്കുന്ന മനോഹരമായിട്ടുള്ള സംഭവം കാണാൻ സാധിക്കും. അത്രയേറെ ഗൗരവകരമാണ് കൈക്കൂലി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് വരാം. അംർ ബിൻ ആസ് നേരിട്ട് നജാശിയുടെ കൊട്ടാരത്തിലേക്ക് പോകാതെ ഇതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വസീർമാരെയും മന്ത്രിമാരെയും എല്ലാം കൈക്കൂലി നൽകി അദ്ദേഹം തന്റെ വരുതിയിലാക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അംർ ബിൻ ആസും അബ്ദുല്ലാഹ് ബിൻ അബീ റബീഅ ഈ രണ്ടാളുകളും നജാശിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവര് നജാശിയുടെ അടുത്ത് എത്തിയ ഉടനെ തന്നെ അവർ ആ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എല്ലാം നജാശിയുടെ മുമ്പിൽ വെച്ചു. അദ്ദേഹം സന്തോഷത്തോടു കൂടെ അതെല്ലാം സ്വീകരിച്ചു. അതിനുശേഷം നജാശി കാര്യം അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം, പറയുക. ആ സന്ദർഭത്തിൽ അംർ ബിൻ ആസ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങാണ്. അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം ആരംഭിച്ചു, അയ്യുഹൽ മലിക്, ഓ രാജാവേ, ഇന്നാ ഫിത്തിയത്തം മിൻ സുഫഹ ഇന, ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരൽപ്പം വിഡ്ഢികളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഫാറഖൂദീന ഖൗമിന വലം യദ്ഖുലു ഫീ ദീനിക്, അവര് ഞങ്ങളുടെ സമുദായത്തിന്റെ, അതായത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന ഞങ്ങളുടെ സമുദായത്തിന്റെ മതം അവർ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ വലം യദ്ഖുലു ഫീ ദീനിക്, അവർ നിങ്ങളുടെ മതത്തിലിട്ട് പ്രവേശിച്ചിട്ടുമില്ല. ചിന്തിച്ചു നോക്കുക. അതായത് നജാശി ശക്തനായിട്ടുള്ള വിശ്വാസിയാണ്. അതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സമർത്ഥമായിട്ട് ആ അദ്ദേഹത്തെ നജാശിയെ ഇമോഷണലായിട്ട് കീഴടക്കാനുള്ള ശ്രമമാണ്. മതം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ. ആ വന്ന ആളുകൾ ഞങ്ങളുടെയും നിങ്ങളുടെയും മതം അവർ സ്വീകരിച്ചിട്ടില്ല. വജാഉ ബിദീനിൻ മുബ്തദഇൻ ലാ നഅരിഫുഹു, അവര് ഞങ്ങൾക്കോ നിങ്ങൾക്കോ അറിവില്ലാത്തൊരു പുതിയ മതമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം. നമ്മൾക്കൊന്നും അറിയാത്തൊരു പുതിയ മതമായിട്ട് ഒരു അല്പം ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട്, അതായത് അദ്ദേഹം ആ വരികൾക്കിടയിലൂടെ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയാണ്, അപ്പൊ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം, അപ്പൊ അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ പിതൃവന്മാരും അതേപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അംർ ബിൻ ആസ് അദ്ദേഹം സംസാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഇടക്ക് കയറി അവിടെയുള്ള ആ കൊട്ടാരത്തിലുള്ള വസീർമാർ അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെയുള്ള ബത്വാരിഖ് അല്ലെങ്കിൽ അവിടെയുള്ള പാത്രിയാർക്കീസുമാരെല്ലാം അവരിടക്ക് കയറി ഉറക്കെ അവർ വിളിച്ചു പറഞ്ഞു, ഫഖാലൽ ബത്വാരിഖത്തു സ്വദഖു അയ്യുഹൽ മലിക്, ഓ രാജാവേ, മഹാരാജാവേ, അവർ പറയുന്നത് മുഴുവൻ സത്യമാണ്. അവർ പറയുന്നത് സത്യമാണ്. ആ പറയപ്പെട്ട ആളുകൾ ഇവരുടെ കൂടെ തിരിച്ചയക്കുന്നതാണ് നല്ലത്. കാരണം ഒരാൾക്കും അറിയാത്ത മധുവായിട്ട് ഇവിടെ വന്ന് അവര് ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ സമാധാനത്തിന് വലിയ ഭീഷണിയും സൃഷ്ടിച്ചേക്കാം. ഏറ്റവും നല്ലത് അവരുടെ കൂടെ പറഞ്ഞയക്കുന്നതാണ്. അവർ ആ രൂപത്തിൽ സംസാരിക്കുമല്ലോ. കാരണം തലേ ദിവസം അവർക്ക് വേണ്ടതെല്ലാം അംർ ബിൻ ആസ് കൈക്കൂലിയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട സന്ദർഭത്തിൽ നജാശിയെ സംബന്ധിച്ച് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞു, മലിക്കുൻ ആദിൽ, അദ്ദേഹം നീതിമാനായിട്ടുള്ള ഭരണാധികാരിയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നീതിമാനായിട്ടുള്ള ഭരണാധികാരി എന്ന് നജാശിയെ പറയാൻ പോകുന്ന സംസാരം കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു സാന്ദർഭികമായിട്ട് ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ നിന്ന് മക്കയിൽ ഇരുന്നുകൊണ്ട് പറയാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. നജാശി ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ഈ ആളുകൾ, നിങ്ങൾ പറയപ്പെട്ട ആളുകൾ, അവർ ഇത്രയും നിരവധി നാടുകൾ ഉണ്ടായിട്ടും എന്റെ നാട് അവര് തെരഞ്ഞെടുത്ത് എന്നിലേക്ക് അഭയം തേടി വന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർക്കെതിരെ ഒരു നിലപാടെടുക്കാൻ സാധ്യമല്ല. എനിക്ക് അവരുടെ ഭാഗം കൂടെ എനിക്ക് ശ്രമിക്കേണ്ടതുണ്ട്. മലിക്കുൻ ആദിൽ. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ നജാശി അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാൻ, മുസ്ലിങ്ങളോട് മുഴുവൻ കൊട്ടാരത്തിലേക്ക് വരാനുള്ള കൽപ്പന അദ്ദേഹം ഒരു ദൂതന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞേക്കാണ്. അപ്പൊ ദൂതന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് കാര്യം പറഞ്ഞു, അതായത് നിങ്ങളുടെ മുഴുവൻ നജാശി രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒന്നടങ്കം ഭയപ്പെടാണ്. കാരണം കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ആ നാടിന്റെ ഭരണാധികാരി അവരുടെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കില്ലല്ലോ. പല ആളുകളും നജാശി അവർ ഇത്രയും കാലമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല, ആ കൊട്ടാരത്തിലേക്കാണ് വിളിപ്പിക്കുന്നത്. കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ടെന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി.
അന്യനാടാണ്, അന്യഭാഷയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു ധാരണ അവർക്കില്ല. ഉടൻ തന്നെ മുസ്ലിങ്ങൾ മുഴുവൻ കൂടി ആലോചിച്ചു എന്താണ് ചെയ്യുക. അവർ കൂടി ആലോചിച്ച് അവർ തീരുമാനമെടുത്തു. എന്താന്ന് വെച്ചാൽ എന്ത് തന്നെ വന്നാലും നമ്മൾ സത്യമായിട്ട് പറയും, അത്ര തന്നെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും. സുബ്ഹാനല്ലാഹ്, ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അവരെടുത്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവർക്ക് ലഭിച്ചത്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ സന്നദ്ധാകുന്നുണ്ടെങ്കിൽ അതാണ് നൽകുന്ന പാഠം. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിറ്റേ ദിവസം അവർ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പൊ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് അംറു ബിൻ ആസാണ്. അംറു ബിൻ ആസ് കടന്നു വന്ന ഉടനെ തന്നെ ആ രാജാവിന്റെ മുമ്പിൽ പോയിട്ട് അദ്ദേഹം സാഷ്ടാംഗം നമിച്ച്, അല്ലെങ്കിൽ തല താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സുജൂദ് ചെയ്തു. അത് അക്കാലഘട്ടത്തിലുള്ള ഒരു കൾച്ചറാണ്. അതായത് രാജാവിനെ ഒരു രാജകൊട്ടാരത്തിലേക്കെല്ലാം കടന്നു വരുന്ന സന്ദർഭത്തിൽ അതേ രൂപത്തിൽ ചെയ്തുകൊണ്ടാണ്. അതൊരു മര്യാദയുടെ അല്ലെങ്കിൽ അവരെ ആചരിക്കുന്ന ഒരു രീതിയാണ്. അംറു ബിൻ ആസ് അത് ചെയ്തുകൊണ്ട് കടന്നു വന്നു. അവർക്ക് അംറു ബിൻ ആസിന് സുജൂദ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം കല്ലിനും മരത്തിനും എല്ലാം സുജൂദ് ചെയ്യുന്ന ആളുകളാണ് അവിടെയുള്ള അവിശ്വാസികളായിട്ടുള്ള ഖുറൈശികൾ. അപ്പൊ നിർജീവമായിട്ടുള്ള ഇത്തരം വസ്തുക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക് ജീവനുള്ള വസ്തുക്കളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുണ്ട വല്ല പ്രയാസവും. അദ്ദേഹം അത് ചെയ്തുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. പിന്നീട് രണ്ടാമതായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ നേതാവായ ജഅഫർ ഇബ്ൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമായിരുന്നു മുമ്പിൽ. അദ്ദേഹം നെഞ്ചു വിരിച്ചുകൊണ്ട് ഒരല്പം പോലും തല താഴ്ത്താതെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക്, രാജസന്നിധിയിലേക്ക് അദ്ദേഹം കയറി വരാൻ. ആ രൂപത്തിൽ കയറി വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾക്കെല്ലാം അതൊരു അരോചകമായിട്ട് തോന്നി. അതായത് ഒരു രാജാവിന് മുമ്പിലേക്ക് യാതൊരു മര്യാദയില്ലാതെ ഇതേ രൂപത്തിൽ കയറി വരാണോ, വരുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ രാജാവിന്റെ മുമ്പിൽ തലകുനിക്കണം അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കണം, അത് അവിടെ ഒരു ചര്യയാണ്. അതുപോലും ചെയ്യാതെയാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് കടന്നു വന്നത്. ഉടനെ തന്നെ അവർ ചോദിച്ചു, എന്തൊരു ധിക്കാരാണ്, ഈ രൂപത്തിലാണോ രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്? ആ സന്ദർഭത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മാത്രമേ, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നജാശി അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, മാ ഹാദ ദീൻ, എന്താണ് നിങ്ങൾ പറയുന്ന ഈ ദീന്? ഫാറഖ്തും ദീന ഖൗമിക്കും വലം തദ്ഖുലു ഫീ യഹൂദിയ വല നസ്റാനി. അതായത് നിങ്ങളുടെ മതം ഏതാണ്? നിങ്ങൾ സ്വന്തം ജനതയുടെ മതം ഉപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ ജൂതമതത്തിൽ അതിലൊന്നും പ്രവേശിച്ചിട്ടുമില്ല. പിന്നെ ഏതാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ മതം? ആ ചോദ്യത്തിന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിമനോഹരമായിട്ടുള്ളൊരു വിവരണം നൽകുകയാണ്. ജഅഫർ ബിൻ അബീ ത്വാലിബ് അവിടെ നടത്താൻ പോകുന്ന ആ ഒരു പ്രഭാഷണം, ഒരു 5-10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ പ്രഭാഷണം, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ കുറിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള പ്രഭാഷണമാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് നടത്തുന്നത്. ആ സാഹചര്യം കൂടെ പ്രത്യേകം നോക്കുക. അതായത് അത്രയും തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അത്രയും മനോഹരമായിട്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. അപ്പൊ അത് തന്നെ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് എന്നുള്ളതിന്റെ മറുപടി നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി, അയ്യുഹൽ മലിക്, ഓ മഹാരാജാവേ, കുന്നാ ഖൗമൻ അലൽ ജാഹിലിയ, ഞങ്ങൾ മുമ്പ് തികച്ചും വിവരമില്ലാത്ത, അതായത് വിവരക്കേടിൽ ജീവിച്ച ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ മുമ്പിൽ. നഅബുദുൽ അസ്നാം വനഅകുലുൽ മൈത്ത, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു, അതേപോലെ തന്നെ ഞങ്ങൾ ഇതേ രൂപത്തിൽ ശവശരീരങ്ങളെ ഞങ്ങൾ ഭക്ഷിച്ചു. വനത്തിൽ ഫവാഹിഷ, അതായത് ഞങ്ങൾക്കിടയിൽ നിരവധി വൃത്തികേടിൽ ഫവാഹിഷായിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ കുടുംബബന്ധം വിച്ഛേദിച്ചിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള നിരവധി ദുർബലരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ ചൂഷണം ചെയ്തു. അയൽക്കാരെ ഞങ്ങൾ ദ്രോഹിച്ചു. എല്ലാം ചെയ്ത ഒരു ജനതയായിരുന്നു ഞങ്ങൾ മുൻകാലത്ത്. അതിനുശേഷം വകുന്ന അലാ ദാലിക് ഹത്താ ബഅസല്ലാഹു തആല ഇലൈനാ റസൂലൻ മിന്ന, ആ രൂപത്തിൽ ഞങ്ങൾ അതേ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് അയച്ചു. റസൂലൻ മിന്ന. സുബ്ഹാനല്ലാഹ്, മനോഹരാണ്. കാരണം റസൂലിനെ സംബന്ധിച്ച് ആ റസൂൽ എന്നുള്ള സങ്കല്പം നജാശിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നജാശി ക്രിസ്തുമത വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അത് സമർത്ഥമായിട്ട്, അതായത്
പുതിയൊരു റസൂലിനെ സമർത്ഥമായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സംസാരത്തിലൂടെ നജാശിയെ പരിചയപ്പെടുത്തുന്നത് കൂടെ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ സാധിക്കും. അതായത് ജാഫർ ബിൻ അബി ത്വാലിബ് അദ്ദേഹത്തിന്റെ സംസാരം തുടരാണ്. ഞങ്ങൾക്കിടയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ ഒരു ദൂതനെ അയച്ചു. അദ്ദേഹത്തിന്റെ കുടുംബവും സത്യസന്ധതയും വിശ്വാസതയും മാന്യതയും എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവും. ഞങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയല്ല, ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് ദൂതനായിട്ട് അയച്ചത്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഞങ്ങളെ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു. അതേപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളെല്ലാം ആരാധിച്ചു പോർന്ന ശിലകളെയും ശില്പങ്ങളെയെല്ലാം കൈയൊടിയാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഭാഗത്തിനുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിനുള്ള ഖണ്ഡനം കൂടെയാണ്. അദ്ദേഹത്തിന്റെ ആരോപണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മതം ഉപേക്ഷിച്ച് ഒരു പുതിയ സംഘം കൊട്ടാരത്തിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പൂർവ്വപിതാക്കന്മാരുടെ മതം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ആളുകൾ ശിലകളെയും ശില്പങ്ങളെയും എല്ലാം ആരാധിച്ചു പോകുന്ന ആളുകളായിരുന്നു. അത് കൈയൊഴിയാൻ വേണ്ടി ഞങ്ങളിലേക്ക് വന്ന ആ ദൂതൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം സമർത്ഥമായിട്ട് നമുക്കറിയാം, ക്രിസ്തുമതം എന്നുള്ളത് പ്രത്യേകിച്ച് നജാശിയുടെ വിശ്വാസം ഏകദൈവ വിശ്വാസം കൂടിയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അവരെ കുറിച്ചുണ്ടാകാൻ പോകുന്ന ഇംപ്രഷൻ വളരെ സമർത്ഥമായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, അതേപോലെ തന്നെ ഞങ്ങളിലേക്ക് വന്ന ആ ദൂതൻ സത്യം പറയാനും അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കാനും അസാൻമാർഗമായിട്ടുള്ള ഫവാഹിഷകളായിട്ടുള്ള പ്രവൃത്തികൾ വെടിയാനും അനാഥകളായിട്ടുള്ള ആളുകളുടെ സ്വത്തുകൾ സംരക്ഷിക്കാനും അയൽക്കാരോട് നന്നായിട്ട് വർത്തിക്കാനും അതേപോലെ തന്നെ പവിത്രകളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയാതിരിക്കാനെല്ലാം ഞങ്ങളോട് അദ്ദേഹം കൽപ്പിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതായത് ഏകദൈവാരാധനയും അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കലും ഫവാഹിഷായിട്ടുള്ള കാര്യം പൊടിയലും അനാഥകളുടെ സ്വത്ത് സംരക്ഷിക്കൽ, ഇതെല്ലാം യഥാർത്ഥത്തിൽ എല്ലാ പൂർവ്വകാല പ്രവാചകന്മാരും പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാന സങ്കല്പങ്ങൾ കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തീർച്ചയായിട്ടും നജാശിയെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രവാചകന്മാരുടെ എല്ലാം അടിസ്ഥാന അധ്യാപനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയുമായിരിക്കും. കാരണം അദ്ദേഹം ശക്തനായിട്ടുള്ള ക്രിസ്തുമത വിശ്വാസിയാണ്. ഈ രൂപത്തിലെല്ലാം കേൾക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്ന ഇംപ്രഷൻ എന്തായിരിക്കും, അതെല്ലാം വളരെ മനോഹരമായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നജാശിയുടെ മുമ്പിൽ വെക്കുകയാണ്. അമറനാ ബിസ്വലാത്തി വസ്സക്കാത്തി വസ്സിയാം, അതേപോലെ തന്നെ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഞങ്ങളോട് നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും അതേപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാനെല്ലാം ഞങ്ങളോട് കൽപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാനും ഒന്നിനെയും അതിൽ പങ്കു ചേർക്കാതിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർജിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് ഉപയോഗിക്കാനെല്ലാം ഞങ്ങൾ ശീലിച്ചു. അതെല്ലാം ഞങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ സമുദായം അതിന്റെ പേരിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഞങ്ങൾ ഉപേക്ഷിച്ച ആ വിഗ്രഹാരാധനയിലേക്കും ആ മ്ലേച്ഛതയിലേക്ക് ഫവാഹിഷകളിലേക്കെല്ലാം ബലം പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർ നിർബന്ധിച്ചു. ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ സംസാരം. അവരുടെ ഉപദ്രവങ്ങളും അതേപോലെ തന്നെ പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. മറ്റുള്ള ആളുകളെക്കാൾ ഞങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ താങ്കളുടെ നാടിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. കാരണം നിങ്ങൾ നീതിമാനാണ്, നിങ്ങൾ മലിക്കുൻ ആദിലാണ്, നിങ്ങളുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കീഴിൽ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സംസാരം അവസാനിപ്പിക്കുന്നത്. അതായത് അംർ ബിൻ ആസ് പറഞ്ഞത്, ഈ ആളുകള് പുതിയ മതം നിർമ്മിച്ച ആളുകൾ നിങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുമെന്നാണ് അദ്ദേഹം സംസാരത്തിലൂടെ പറഞ്ഞതെങ്കിൽ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുന്നത്, ഞങ്ങൾ ഇതേ രൂപത്തിൽ പൂർവ്വകാല പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അതേ ആദർശം പഠിപ്പിക്കപ്പെട്ട ഒരു പുതിയ പ്രവാചകനെ പിന്തുടർന്നതിന്റെ പേരിലാണ് ഞങ്ങൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ആ നാട്ടിൽ നിങ്ങൾ നീതിമാനാണ്, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നജാശിക്ക് അവരെ തിരസ്കരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു കൊളുത്തിട്ടിട്ടാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള സംസാരം, 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു
ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിൽ നജാശി അത്യധികം മതിപ്പുണ്ടായി അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ട സന്ദർഭത്തിൽ. ചിന്തിച്ചു നോക്കുക, അതായത് ആ ഒരു പ്രഭാഷണത്തോടു കൂടെ കാര്യങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിയാണ്. അത്രയേറെ സമർത്ഥമായിട്ടായിരുന്നു ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. ഉടനെ തന്നെ നജാശി അവരോട് ചോദിച്ചു, ഹൽ മഅക ശൈഉൻ മിമ്മാ ജാഅ ബിഹി, അള്ളാഹുവിൽ നിന്ന് ആ ദൂതന് കൊണ്ടുവന്ന വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ട്? അതായത് നിങ്ങൾ ഈ പറയപ്പെടുന്ന ദൈവദൂതൻ അള്ളാഹുവിൽ നിന്നും ഇതേ രൂപത്തിൽ സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ ലഭിച്ച സന്ദേശത്തിന്റെ വല്ലതും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ? അദ്ദേഹം ചോദിക്കാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു. അതായത് നജാശിയെ വളരെ കൃത്യമായിട്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം സ്വാധീനിച്ചിട്ടുണ്ട്. ആ ചോദ്യം കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, എന്റെ കയ്യിലുണ്ട്. ആ സന്ദർഭത്തിൽ നജാശി പറഞ്ഞു, ഇഖ്റ അലയ്യ, നിങ്ങളത് ഒന്ന് പാരായണം ചെയ്യും, ഞാനൊന്ന് കേൾക്കട്ടെ. ആ സന്ദർഭത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു മറിയം അദ്ദേഹം പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഹിക്മത്ത് നോക്ക്, അതായത് പരിശുദ്ധ ഖുർആനിൽ നിരവധി അധ്യായങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് സൂറത്തു മറിയം തന്നെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കാൻ അതിമനോഹരമായിട്ടുള്ള ആ ശബ്ദത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തു മറിയമിന്റെ ആ വചനങ്ങൾ അവിടെ പാരായണം ചെയ്തു. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ, ആ ആയത്തുകൾ സൂറത്തു മറിയമിന്റെ ഒരു പകുതി ഭാഗം അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പാരായണം ചെയ്തു. അത് കേട്ട സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം, നജാശി നമുക്കറിയാം, നജാശിക്ക് ഇതെല്ലാം മറ്റൊരാൾ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭാഷ വ്യത്യാസമുണ്ട്, പ്രത്യേകം മനസ്സിലാക്കുക. ഇതെല്ലാം കേട്ട സന്ദർഭത്തിൽ ആ സൂറത്തു മറിയമിന്റെ മനോഹരമായിട്ടുള്ള ആയത്തുകൾ, നമുക്കറിയാം സൂറത്തു മറിയം അതിമനോഹരമാണ്. അതിന്റെ ആയത്തുകൾക്ക് തന്നെ മനോഹരമായിട്ടുള്ളൊരു ശൈലി, അതിനൊരു താളം എല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ആശയഗാംഭീര്യം. ക്രൈസ്തവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂറത്തു മറിയമിന്റെ ആദ്യ ഭാഗത്തെല്ലാം കടന്നു വരുന്നത്. അതെല്ലാം നജാശിക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. സത്യസന്ധമായിട്ടുള്ള ചരിത്രം പരിശുദ്ധ ഖുർആന്റെ മനോഹരമായിട്ടുള്ള ആ വചനങ്ങളിലൂടെ ശ്രവിച്ച സന്ദർഭത്തിൽ നജാശി ആ പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ കേട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാർ അദ്ദേഹം കരഞ്ഞു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ, ഇമാം സുയൂത്തിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 83-ാമത്തെ വചനം, വഇദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറ അഈനുഹും തഫീദു മിനദ് ദംഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ, ചില ആളുകൾ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് അവരുടെ കണ്ണിൽ നിന്നും തറ അഈനുഹും തഫീദു മിനദ് ദംഅ, അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നതായിട്ട് നിനക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയും, ഈ ആയത്ത് നജാശിയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ട സന്ദർഭത്തിൽ നജാശി അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾക്ക് നനയുമാർ അദ്ദേഹം കരഞ്ഞു. നജാശി മാത്രമല്ല, ആ കൊട്ടാരത്തിലുള്ള അത് കേട്ടു നിന്ന ആ പുരോഹിതന്മാർ, ആ ബത്വാരിഖ, അവരും ഒന്നടങ്കം കരഞ്ഞു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുക. അതിനുശേഷം നജാശി പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി ഈസ ലയഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചത് ഈസക്കും മൂസക്കും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും എല്ലാം ലഭിച്ച അതേ കേന്ദ്രത്തിൽ നിന്നും അതേ വിളക്കിൽ നിന്നുള്ള പ്രകാശമാണ്, അദ്ദേഹം പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഈ പറയപ്പെട്ട വാക്കുകളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗറാത്തിലുള്ള വചനങ്ങളും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരം, അതെല്ലാം ഒരേ വിളക്കിൽ നിന്നുള്ള പ്രകാശമാണ്. അപ്പൊ നജാശിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം മുസ്ലിങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം, നിങ്ങൾ ഒരിക്കലും ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എൻ്റെ നാട്ടിൽ നിർഭയരായിട്ട് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കും, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ശേഷം അംറു ബിലാസിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇറങ്ങിപ്പോവാ. ഈ കൊട്ടാരത്തിൽ നിന്ന് അവരെ ഇറക്കി വിടുകയും ചെയ്തു. ഇതെല്ലാം കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലാക്കി തീർത്തത് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായിട്ടുള്ള സംഭാഷണമായിരുന്നു. സന്ദർഭോചിതമായിട്ട് ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ
ഒരു വാക്ക് പോലും അധികം വരാതെ വളരെ കൃത്യമായിട്ട് മനോഹരമായിട്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ള. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആ സംഘത്തിന്റെ ലീഡറാക്കി നിയമിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരിക്കാനുള്ള കഴിവ് മാത്രമായിരുന്നല്ല. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അങ്ങേയറ്റം രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിസുമുഖൻ കൂടെയായിരുന്നു. അതായത് ഒരു ലീഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ള. അപ്പൊ അംർ ബിൻ ആസിനെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അബീ റബിയ രണ്ടാളെയും നജാശി കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും അവർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവർ സന്നദ്ധമായില്ല. അംർ ബിൻ ആസ് ആ സന്ദർഭത്തിലും അടുത്ത തന്ത്രത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂടെ വന്ന അബ്ദുല്ലാഹ് ബിൻ അബീ റബിയോട് അംർ ബിൻ ആസ് പറഞ്ഞു, നാളെ എൻ്റെ അവസാനത്തെ തന്ത്രം ഞാൻ പുറത്തെടുക്കും. അതായത് നമ്മൾ 18ാമത്തെ അടവ് അല്ലെങ്കിൽ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് ഞാൻ നാളെ പുറത്തെടുക്കുമെന്ന് അദ്ദേഹം പറയാണ്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ബിൻ അബീ റബിയ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് വെറുതെ അവരെ വിട്ടേക്ക്, കാരണം ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ കുടുംബാംഗങ്ങളല്ല, അവരവിടെ ജീവിച്ചോട്ടെ. ആ സന്ദർഭത്തിലും അംർ ബിൻ ആസ് അദ്ദേഹം പറഞ്ഞു, ഞാനതിന് സമ്മതിക്കും, അതായത് എൻ്റെ അവസാനത്തെ തന്ത്രം ഞാൻ നാളെ പയറ്റും, അതിനുശേഷം മാത്രമേ ഞാൻ നാട്ടിലേക്ക് മടങ്ങൂ എന്നുള്ള. ഞാൻ പറഞ്ഞ അദ്ദേഹം അതിസമർത്ഥനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അംർ ബിൻ ആസ് വീണ്ടും നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് വരാൻ. നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് വന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ മലിക് ഇന്നഹും യഖൂലൂന ഫീ ഈസ ഖൗലൻ അളീമ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈസയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചില വാക്കുകളാണ് ഇന്നലെ വിളിച്ച മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈസയെ സംബന്ധിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ പറയാൻ വിട്ടതാണ്. ഉടനെ തന്നെ അതിനെ സംബന്ധിച്ച് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി നേഗസ് രാജാവ് അല്ലെങ്കിൽ നജാഷി ഉടനെ തന്നെ ഒരു ദൂതനെ വിട്ട് മുസ്ലിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാൻ. അപ്പൊ രണ്ടാമതും വിളിപ്പിച്ച സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പറയാണ്, ആദ്യത്തേക്കാൾ ഞങ്ങൾ ഭയന്നു. കാരണം എന്തോ പന്തികേടുണ്ട്. അവർക്കറിയാം, അതായത് അംർ ബിൻ ആസാണ് പിറകിൽ നിന്നും ചരട് വലിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അപ്പൊ എന്താണ് ഒപ്പിച്ചതെന്ന് അവർക്കറിയില്ല. അവരൊന്നടങ്കം ഭയന്നു. പക്ഷെ ആദ്യത്തെ പോലെ തന്നെ അവർ തീരുമാനിച്ചു, അതായത് എന്ത് തന്നെ വന്നാലും സത്യം മാത്രം പറയുക. അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ വീണ്ടും കൊട്ടാരത്തിലേക്ക് വരികയാണ്. കൊട്ടാരത്തിലെത്തിയ ഉടനെ തന്നെ നജാഷി അവരോട് ചോദിച്ചു, ഈസബിന് മറിയമിനെ സംബന്ധിച്ച് മാ തഖൂൽ ഫി ഈസയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയും സമർത്ഥമായിട്ട് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു വ റൂഹുഹു അൽഖാ ഇലാ മറിയമ അൽ ഖദ്റാ അൽ ബതൂൽ. അദ്ദേഹം പറയാണ്, അതായത് പറയപ്പെടുന്ന ഈസ അദ്ദേഹം അബ്ദുല്ല, അദ്ദേഹം ദൈവദൂതനാണ്, അതേപോലെ തന്നെ അദ്ദേഹം റസൂലാണ്, അതേപോലെ തന്നെ അദ്ദേഹം ദിവ്യാത്മാവാണ്. വ കലിമത്തുഹു, അതേപോലെ തന്നെ ദിവ്യ വചനാണ്, ദിവ്യ ആത്മാവാണ്. അത് പവിത്രയും കന്യകയുമായിട്ടുള്ള മറിയമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിക്ഷേപിച്ചു. അതാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. അത് കേട്ട ഉടനെ തന്നെ നജാഷി ഞാൻ നേരത്തെ പറഞ്ഞ നജാഷി യഥാർത്ഥത്തിലുള്ള ക്രിസ്തുമതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇപ്പൊ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം പറഞ്ഞ ഉടനെ തന്നെ, അത് കേട്ട ഉടനെ തന്നെ നജാഷി നിലത്തു നിന്നൊരു കമ്പെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി നിങ്ങൾ പറഞ്ഞതാണ് സത്യം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഈ ഒരു ചുള്ളിക്കമ്പിന്റെ അത്ര പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ പറഞ്ഞിട്ടില്ല. അത്രയും കൃത്യമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പഠിപ്പിച്ചത്. ഇപ്പൊ ക്രൈസ്തവനായിട്ടുള്ള നജാഷി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ 100% ശരിവെക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സദസ്സിലുള്ള നിരവധി പുരോഹിതന്മാർക്കും അതേപോലെ തന്നെ അവിടെയുള്ള ബത്വാരിഖ, ആ പാത്രിയാർക്കീസ്മാർക്കൊന്നും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്ക് അല്പം അരോചകമായിട്ട് തോന്നി. അവര് പ്രത്യേക രൂപത്തിലുള്ള ഒരു അപസ്വരങ്ങൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ഫതനാഖർതു ബത്വാരിഖതഹു, അതായത് അവര് ഇതേ രൂപത്തിലുള്ള നിരവധി അപസ്വരങ്ങൾ അവരുണ്ടാക്കി. ആ സന്ദർഭത്തിൽ നജാഷി അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വ ഇൻ തനാഖർതും, ഇനി നിങ്ങൾ എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും വേണ്ടിയില്ല, ഇതാണ് ശരി, അതായത് ഇത് പറയപ്പെട്ടത് തന്നെയാണ് ശരി. അതിനുശേഷം നജാഷി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ദേഷ്യത്തോടു കൂടെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു,
ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ വിലപിടിപ്പുള്ള ഗിഫ്റ്റും അതും കയ്യിലെടുക്കുക. അതൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല. ചിന്തിച്ചു നോക്കുക. അതായത് അപമാനകരമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായാണ്. അതായത് തലേ ദിവസം ആ സമ്മാനെങ്കിലും അവർ സ്വീകരിച്ചിരുന്നു. ആ സമ്മാനം കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകാനാണ് നജ്ജാശി ദേശത്തോടു കൂടെ അംറു ബിൻ ആസിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞത്. അവർ നൽകപ്പെട്ട ആ സമ്മാനെല്ലാം തിരിച്ചേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നജ്ജാശി ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ പിന്നീട് മടങ്ങി വരും. നജ്ജാശി പ്രസിദ്ധമായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി മാ അഖദല്ലാഹ മിന്നി റിശ്വത ഹീന റദ്ദ അലിയ മുൽക്കി. എന്നിട്ട് അദ്ദേഹം പറയാം, അതായത് എന്റെ രാജപദവി അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തിരിച്ചേൽപ്പിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൈക്കൂലിയും എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ആധിപത്യം നിലനിർത്താൻ വേണ്ടി ഞാൻ കൈക്കൂലി വാങ്ങുക? അതായത് എന്റെ ആധിപത്യം എനിക്ക് തിരിച്ചു നൽകിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് യാതൊരു കൈക്കൂലിയും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഞാൻ എന്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി ആളുകളോട് കൈക്കൂലി വാങ്ങുക? അത് കൃത്യമായിട്ട് അതെന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാവില്ല. അത് പറയാനൊരു കാരണമുണ്ട്. ആ കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഒരു വാക്ക് പറഞ്ഞ് അവർ നൽകപ്പെട്ട സമ്മാനെല്ലാം തിരിച്ചു നൽകി അംറു ബിൻ ആസിനെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅയെയും നജാശി നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ഈ ഒരു സംഭവം സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും. ഈ സംഭവം ഉദ്ധരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, അബിസീനിയുമായിട്ട് ബന്ധപ്പെട്ട അബിസീനിയയിൽ നടക്കുന്ന ഒരുവിധം സംഭവങ്ങളെല്ലാം ഉദ്ധരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനായിട്ട് പിന്നീട് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയാണ് ഹദീസിൽ, അല്ലെങ്കിൽ അവർ ആ സംഭവം ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയാണ്, അങ്ങനെ അംറു ബിൻ ആസും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അബീ റബീഅ രണ്ടാളുകളും അവർ കൊണ്ടുവന്ന ആ സമ്മാനവുമായിട്ട് അവർ നിന്ദ്യരായിട്ട് നാട്ടിലേക്ക് മടങ്ങി എന്നുള്ള, ഞങ്ങൾ പിന്നീടുള്ള കാലം സുഖമായിട്ട് നജാശിയുടെ നാട്ടിൽ ഞങ്ങൾ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യം, മറ്റൊരു അത്ഭുതപ്പെടുന്ന, ഈ ചരിത്രത്തിൽ അത്ഭുതപ്പെടുന്ന ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട് പിന്നീട്. ഈ ഒരു സംഭവം അത് പിന്നീടാണ് അരങ്ങേറുന്നത്, ഒരുപാട് കാലത്തിന് ശേഷമാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കുക. അതായത് ഈ ഒരു സന്ദർഭത്തിൽ നിന്ദ്യനായിട്ട് ഇറങ്ങിപ്പോയ അംറു ബിൻ ആസ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരിക്കൽ നജാശിയുടെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. സീറത്ത് ഇബ്നു ഹിശാമിൽ തന്നെ ആ ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അതായത് ഒരുപാട് കാലത്തിന് ശേഷം റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജറ ചെയ്ത് പിന്നീട് ബദറും ഉഹുദും ഖന്തക്കെല്ലാം അരങ്ങേറിയത്, അതായത് ഖന്തക്ക് യുദ്ധത്തിന് ശേഷം, അതായത് ഹിജറ 7-ാം വർഷം മക്കാ വിജയത്തിന് തൊട്ട് മുമ്പായിട്ട് ഖന്തക്കിൽ ഖുറൈശികൾ പരാജയപ്പെട്ട സന്ദർഭത്തിൽ, ഖന്തക്കിൽ അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല അബൗദികമായിട്ടുള്ള സഹായം മുഖേന ഖുറൈശികൾ ആ ഒരു യുദ്ധത്തിൽ അവർ പരാജയപ്പെടാൻ, അള്ളാഹിന്റെ സഹായം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. ആ ഒരു രൂപത്തിൽ ഖന്തക്കിൽ സംഭവിച്ച സന്ദർഭത്തിൽ അത് അതിബുദ്ധിമാനായിട്ടുള്ള അംറു ബിൻ ആസിനെ അങ്ങേയറ്റം ചിന്തിപ്പിച്ചു. അതായത് എന്തോ ഒരു മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു അബൗദികമായിട്ടുള്ള സഹായമുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോവാണ്, മക്കയിലുള്ള ഭാവി അപതാളത്തിലാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണാണ്. അത് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അംറു ബിൻ ആസ് തന്റെ അടുത്ത കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മക്കയിൽ നിൽക്കുന്നത് സുരക്ഷിതല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ നമ്മളെല്ലാം കീഴടക്കാൻ പോവാൻ. അതിനു മുമ്പേ എത്രയും നല്ലത് മറ്റെവിടേക്കെങ്കിലും പോയിട്ട് രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിൽ പോയി സെറ്റിലാകുന്നതാണ് നമുക്ക് നല്ലതെന്ന് അദ്ദേഹം അടുത്ത കൂട്ടുകാരെ വിളിച്ച് ഉപദേശിച്ചു. എന്നിട്ട് അദ്ദേഹം അവരുടെ മുമ്പിൽ സജഷനായിട്ട് വെച്ചതും എത്യോപ്യയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതേ കാരണം അബിസീനിയ സുരക്ഷിതമായിരുന്നു. അവിടെ ഏതൊരു നാട്ടുകാർക്കും ഏതൊരു വിശ്വാസികൾക്കും ഏത് വ്യത്യസ്ത വിശ്വാസം വെച്ച് പുലർത്തിയാലും സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അനുമതി രാജാവ് നജാശി നൽകിയിരുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും എത്യോപ്യയിലേക്ക്, കാലങ്ങൾക്ക് ശേഷം വീണ്ടും എത്യോപ്യയിലേക്ക് പോവാണ്. പോകുന്ന സന്ദർഭത്തിൽ പഴയ പോലെ തന്നെ അദ്ദേഹം നജാശിക്ക് വേണ്ടി നിരവധി വിലപിടിപ്പുള്ള ലെതറെല്ലാം അദ്ദേഹം കയ്യിൽ സമ്മാനമായിട്ട് എടുത്തു. ആദ്യത്തെ പോലെയല്ല പോകുന്നത്. ആദ്യം പോയത് മറ്റൊരു ലക്ഷ്യത്തിൽ മുസ്ലിങ്ങൾ അവിടെ നിന്നും ആട്ടിപ്പായിക്കണമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ അദ്ദേഹം പോകുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണ്. ആ നാട്ടിൽ അഭയം പ്രാപിച്ച് ആ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കണം എന്നുള്ള ആ അനുമതി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് അദ്ദേഹം നജാശിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നത്. അദ്ദേഹം നജാശിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ആ സന്ദർഭത്തിൽ ഒരു സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായി ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അംറു ബിൻ ആസിന്റെ ശ്രദ്ധയിൽപ്പെടാൻ. അദ്ദേഹത്തിന്റെ പേരും അംറു ബിൻ ഉമയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേര്. യഥാർത്ഥത്തിൽ ആ വ്യക്തി, അതായത് ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയിൽ നിന്നും അയച്ചതാണ് ഒരു ദൂതനായിട്ട്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂട്ടരെല്ലാം വിവരം അന്വേഷിക്കാൻ വേണ്ടി നജ്ജാഷിയുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട ഒരു ദൂതനായിരുന്നു ഈ അംറു ബിൻ ഉമയ്യ എന്നറിയപ്പെടുന്ന സ്വഹാബി. റസൂലുള്ളാഹ്. പക്ഷെ അംറു ബിൻ ആസിന് അദ്ദേഹമായിട്ട് ചെറിയ പൊരുത്തക്കേട്, ജാലിയ കാലഘട്ടത്തിൽ ചില ശത്രുത ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് അംറു ബിൻ ആസ് നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ കണ്ടു. അതിനുശേഷം അംറു ബിൻ ആസ് നജാഷിയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സംസാരത്തിനോട് കൂടെ ഒരു ആവശ്യമില്ലാതെ അംറു ബിൻ ആസ് പറഞ്ഞു, ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ വ്യക്തിയെ സംബന്ധിച്ച് അംറു ബിൻ ആസ് ഒരല്പം മോശമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ, അത് കേട്ട ഉടനെ തന്നെ നജാഷി അത്യധികം ദേഷ്യപ്പെടാൻ, അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ. അംറു ബിൻ ആസ് ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, നജാഷിയുടെ കോപം കണ്ടപ്പോൾ എനിക്ക് തോന്നി വേണ്ടിയില്ലായിരുന്നു, ആവശ്യമില്ലാതെ ഞാൻ സംസാരിച്ചതാണല്ലോ, ഭൂമി പിളർന്നെങ്കിൽ, അതായത് അതേ രൂപത്തിൽ വരെ ഞാൻ ആഗ്രഹിച്ചു. അത്രയേറെ നജാഷി കോപിച്ചു എന്നുള്ളതാണ്. കാരണം നജാഷി കോപിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഒരു ദൂതനെ സംബന്ധിച്ചാണ്. ദൂതനെയാണ് അംറു ബിൻ ആസ് അവിടെ വെച്ചുകൊണ്ട് ആക്ഷേപിച്ചത്. നജാഷി ആ സന്ദർഭത്തിൽ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കാൻ വരുന്നുണ്ട്. അതിനുശേഷം ഇത് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അംറു ബിൻ ആസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നജാഷി ചോദിച്ചു, മൂസയുടെയും അതേപോലെ തന്നെ ഈസയുടെ അടുത്തേക്കെല്ലാം വന്ന അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ അടുത്തേക്കെല്ലാം വന്ന ആ നാമൂസ്, അതായത് റൂഹുൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ അടുത്തേക്കെല്ലാം വന്ന ആ നാമൂസ്, അതായത് ജിബ്രീൽ സന്ദർശിക്കുന്ന ഒരാള് എന്നിലേക്ക് അയച്ച ദൂതനെ സംബന്ധിച്ചാണോ നിങ്ങൾ ഇതേ രൂപത്തിൽ മോശം പറയുന്നത്? ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്കെല്ലാം സന്ദേശവാഹകനായിട്ട് അയക്കപ്പെട്ട ആ റൂഹുൽ ഖുദ്സ് സന്ദർശിക്കുന്ന ഒരു വ്യക്തി, എന്നിലേക്ക് അയക്കപ്പെട്ട ഒരു ദൂതനെയാണോ നിങ്ങൾ ആക്ഷേപിച്ചത്? ആ സന്ദർഭത്തിൽ അംറു ബിൻ ആസ് അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, അതേ രൂപത്തിലുള്ള ഒരു ദൂതൻ മുഹമ്മദിലേക്ക് വരുന്നതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ സന്ദർഭത്തിൽ നജാഷി പറഞ്ഞു, അതെ, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നജാഷി തന്റെ വിശ്വാസം വെളിപ്പെടുത്തണം. അദ്ദേഹം അതിനു മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ അംറു ബിൻ ആസ് ആ സന്ദർഭത്തിൽ നെട്ടുകയാണ്. അതായത് നജാഷി ഇസ്ലാം സ്വീകരിച്ച വിവരം ആ സന്ദർഭത്തിൽ അംറു ബിൻ ആസ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം നജാഷി അംറു ബിൻ ആസിനെ വിളിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന്, അദ്ദേഹം പറയുന്നത് മുഴുവൻ സത്യമാണെന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. തീർച്ചയായിട്ടും എതിരാളികളെ മുഴുവൻ അദ്ദേഹം തീർച്ചയായിട്ടും ജയിച്ചടക്കും. അങ്ങനെ ഒരു കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് നജാഷി അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുക. അതേപോലെ തന്നെ അംറു ബിൻ ആസിനെ അദ്ദേഹം ചിന്തിപ്പിക്കുക. ചിന്തിച്ചു നോക്കുക, ആരാണ് ഈ പറയുന്നത്? അതായത് അന്യനാട്ടിലുള്ള ഒരു ഭരണാധികാരിയാണ്, അതും അംറു ബിൻ ആസിനോടാണ് പറയുന്നത്. അംറു ബിൻ ആസ് അത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അത്രയും കാലം മക്കയിൽ ജീവിച്ചിട്ടും ആ സത്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതേ സത്യത്തെ സംബന്ധിച്ച് പിന്നീട് മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്ന സന്ദർഭത്തിലാണ് അംറു ബിൻ ആസ് ചിന്തിക്കുന്നത്. നജാഷിയുടെ വാക്കുകൾ അംറു ബിൻ ആസിന്റെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് അംറു ബിൻ ആസിന്റെ മനസ്സിലേക്ക് ഇസ്ലാം കയറിയത് ആ ഒരു സന്ദർഭത്തിലായിരുന്നു. ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, സ്വന്തം നാട്ടിൽ അത്രയും കാലം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടും ആ സത്യം കാണില്ല. അതായത് ദേഷ്യം കാരണം അല്ലെങ്കിൽ പക മൂലം ഹൃദയത്തിന്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുകയായിരുന്നു. ഹൃദയത്തിന് അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ കൺമുമ്പിലുള്ള സത്യം നമുക്ക് കാണാൻ സാധിക്കില്ല. അത് സൂര്യപ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്നതാണെങ്കിലും അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ അന്ധത അത്രയേറെ സത്യത്തെ മറച്ചു വെക്കും എന്നുള്ളതാണ്. നജാഷിയുടെ ആ വാക്കുകൾ അത്രയധികം സ്വാധീനം സൃഷ്ടിച്ചു. അതായിരുന്നു അംറു ബിൻ ആസ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രചോദനാക്കി തീർത്ത ഒരു കാരണം. നജാഷിയുടെ വാക്ക് കേട്ട ഉടനെ തന്നെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചെത്തി. സാധനങ്ങളെല്ലാം എടുത്ത് മദീനയിലേക്ക് പുറപ്പെടുന്ന വഴിയിൽ ഖാലിദ് ബിൻ വലീദിനെ കണ്ടുമുട്ടി. അവസാനം അവർ മക്ക വിജയത്തിന്റെ തൊട്ടു മുമ്പാണ് അവരെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ ചരിത്രമെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. പക്ഷേ നജാഷിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കാൻ അംറു ബിൻ ആസിന്റെ ജീവിതത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കടന്നു വരുന്നത് നജാഷിയുടെ സംസാരമാണ്. അതിവിചിത്രമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു താബിഇന്റെ ദഅവത്തിലൂടെ
ഇസ്ലാം സ്വീകരിച്ചൊരു സ്വഹാബിയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അതായത് നജാശി അദ്ദേഹത്തെ താബിയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉയർന്ന താബീന്റെ ഗണത്തിലാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ ഗണിക്കപ്പെടുന്നത്. ഒരു താബിഇന്റെ ദഅവത്തിലൂടെ ഇസ്ലാം സ്വീകരിക്കപ്പെട്ട സ്വഹാബി എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു വിശേഷണം കൂടെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഇത് സമാനാണ്. ഇപ്പോൾ അബൂ സുഫിയാന്റെ ചരിത്രവും സമാനം. ഹിറാക്ലേസിന്റെ സംസാരമാണ് പിന്നീട് അബൂ സുഫിയാനെ സ്വാധീനം. അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ രൂപത്തിൽ നജാശി തന്റെ കൊട്ടാരത്തിൽ നിന്നും അംർ ബിൻ ആസിനെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അബീ റബീഅയെയും അദ്ദേഹം നിന്ദ്യരാക്കിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്നും അവർ തിരിച്ചയക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്ന ആ സമ്മാനങ്ങളെല്ലാം തിരികെ നൽകി അംർ ബിൻ ആസിനെയും അബ്ദുല്ലാഹ് ബിൻ അബീ റബീഅയെയും ആ കൊട്ടാരത്തിൽ നിന്നും നജാശി ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ നജാശി പറഞ്ഞൊരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർത്തുവെക്കാൻ. അദ്ദേഹം അവിടെ പറയുന്നൊരു വാക്ക് മാ അഖദല്ലാഹു മിന്നി റിശ്വത ഹീന റദ്ദ അലയ്യ മുൽക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രാജാധികാരം തിരിച്ചേൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു എന്നിൽ നിന്നൊരു കൈക്കൂലിയും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് കൈക്കൂലി വാങ്ങുക? ഇതേ രൂപത്തിലൊരു പ്രസ്താവന നജാശി അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് നേരിട്ട് കേൾക്കുന്ന സന്ദർഭത്തിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നജാശി പറയപ്പെട്ട വാക്കിനെ സംബന്ധിച്ച് പിൻകാലഘട്ടത്ത് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള താബിയാണ്, അദ്ദേഹം സ്വഹാബിയല്ല. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അതായത് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. നമുക്കൊരു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നല്ലൊരു വിധം ഹദീസുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഉർവ വഴിയാണ്. ആ ഉർവ ബിൻ സുബൈർ ഒരിക്കൽ അദ്ദേഹം ഇമാം സുഹരിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നജാശി ആ പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇമാം സുഹരി പറഞ്ഞു, എനിക്കറിയില്ല. ഉർവ പറഞ്ഞു കൊടുക്കുകയാണ്. ഉർവ പറയാണ്, ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അതിനെ സംബന്ധിച്ച്, അതായത് നജാശിയുടെ ആ വാക്കിന് പിന്നിലുള്ള പൊരുളിനെ സംബന്ധിച്ച് ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് പറഞ്ഞു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയായിട്ടുള്ള ഉദ്ധരണമാണ്, സ്വഹിയായിട്ടുള്ള ഉദ്ധരണമാണ് പറയുന്നത്. സീറത്ത് ഇബ്നു ഹിശാമിൽ അതേപോലെ തന്നെ അബൂ നുഐമിന്റെ ദലായിലെല്ലാം ഈ സംഭവം ശരിയായിട്ടുള്ള പരമ്പരയോടുകൂടി ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, നജാശി ഇതേ രൂപത്തിൽ പറയാനുള്ള കാരണം അത് അറിയണമെങ്കിൽ നജാശിയുടെ ജീവചരിത്രം ഒരല്പം പിറകിലേക്ക് നമ്മൾ റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിമനോഹരമാണ്. അത് ഒരു ചലച്ചിത്ര സമാനമായിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള ജീവചരിത്രമാണ് നജാശിക്കുള്ളത്. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ആവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള നജാശി, അതായത് അസ്ഹുമ, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ആ നാട്ടിലെ ഭരണാധികാരി. അതായത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു നജാശി. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, ആ നാട്ടിലുള്ള രാജാക്കന്മാരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് നജാശി. ആ പിതാവിന് ഉണ്ടായിരുന്ന ഏക സന്താനായിരുന്നു ഈ അസ്ഹുമ, അതായത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള നജാശി. അതേ സന്ദർഭത്തിൽ ആ പിതാവിന് ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരന് 12 ആൺമക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ ഈ അസ്ഹുമയുടെ പിതാവിനെ പിതൃ സഹോദരൻ വധിച്ച അവസാനം, അതേ സമർത്ഥമായിട്ട് നാട്ടുകാരോടൊപ്പം ഗൂഢാലോചന നടത്തിയ അവസാനം അസ്ഹുമയുടെ പിതാവിനെ അവർ സമർത്ഥമായിട്ട് വധിച്ച് അവസാനം പിതൃ സഹോദരൻ ആ നാട്ടിലെ ഭരണാധികാരിയായിട്ട് വരികയാണ്. അതായത് ആ 12 മക്കളുടെ പിതാവായിട്ടുള്ള അസ്ഹുമയുടെ പിതൃ സഹോദരൻ ആ നാട്ടിന്റെ ഭരണാധികാരിയായിട്ട് മാറി. അപ്പൊ അദ്ദേഹം രാജാവായ സന്ദർഭത്തിൽ അസ്ഹുമ, അതായത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള നജാശി, അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിച്ചു. അപ്പോൾ തന്റെ ഉപ്പയെ വധിക്കുന്നതിൽ അയാൾക്ക് പങ്കുണ്ട്, അയാൾ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട്. ആ ചരിത്രമൊന്നും കുട്ടിയായിട്ടുള്ള അസ്ഹുമക്ക് അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ അസ്ഹുമ ആ രാജാവിന്റെ, അതായത് പിതൃ സഹോദരന്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറുകയാണ്. അത്രയേറെ നല്ല സ്വഭാവം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കാരണം രാജാവിന്റെ പ്രിയപ്പെട്ടവനായിട്ട് അസ്ഹുമ മാറുകയാണ്. ഏതൊരു കാര്യം, നാട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ രാജാവ് അസ്ഹുമയുമായിട്ട് കൂടിയാലോചിച്ചു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെ, ആ 12 മക്കളെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ പരസ്പരം കൂടി ആലോചിച്ച് അവർ പറഞ്ഞു, ഉപ്പ നമ്മളെക്കാൾ അവനെ സ്നേഹിക്കുന്നുണ്ട്, ഇനി ഉപ്പയുടെ കാലശേഷം അവനെ രാജാവ് ആക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ അവനെങ്ങാനും രാജാവായി കഴിഞ്ഞാൽ അവന്റെ ഉപ്പയെ വധിച്ചതിൽ നമുക്കെല്ലാം പങ്കുണ്ടെന്നങ്ങനെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പൊ ഈ ഒരു കാര്യം ഉപ്പയെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ ഉപ്പയുടെ അടുത്തേക്ക് വരാൻ, ഏകദേശം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമാനമായിട്ടുള്ള ചരിത്രമാണ്. അവര് ഉപ്പയെ, രാജാവിനെ സമീപിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്കറിയാലോ അസ്ഹുമയുടെ പിതാവിനെ വധിച്ചിട്ടാണ് ഈ ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നത്. അതെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ
ഇതേ രൂപത്തിൽ അവനെ നിങ്ങൾ പരിഗണിക്കരുത്, അവനെ എത്രയും പെട്ടെന്ന് വധിക്കുന്ന, അവൻ ആ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ അവനെ വധിക്കുന്നതാണ് ബുദ്ധി. ആ സന്ദർഭത്തിൽ രാജാവ് ദേഷ്യത്തോടു കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് നാശം, ഒരിക്കലും അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. കാരണം അവന്റെ പിതാവിനെ തന്നെ ഞാൻ വധിച്ചിട്ടുണ്ട്, ഇനി അവനെയും വധിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പൊ മക്കൾ പറഞ്ഞു, വധിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനെ ഇവിടെ നിന്ന് നാട് കടത്തിയെങ്കിലും വേണം. അവസാനം അദ്ദേഹം മനസ്സില്ലാതെ അവസാനം അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരല്പം ആളുകളെ ഈ സഹോദരങ്ങൾ എല്ലാം കൂടെ അസൂമയെടുത്ത് അവനെ മറ്റൊരു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമാനമായിട്ടുള്ള കഥ അവനെ ദൂരെയുള്ള ഒരു അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ദൂരെയുള്ള ഒരു അടിമച്ചന്തയിൽ അസൂമയെ, അതായത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള നജാശി അവർ വിറ്റു. 600 ദിർഹമിന് അസൂമയെ മറ്റൊരു ദേശത്തുള്ള ആള്, അതായത് അബിസീനിയക്കാരനല്ലാത്ത ഒരാൾ, മറ്റൊരു ദേശത്തുള്ള ഒരാൾ 600 ദിർഹം കൊടുത്ത് അവനെ വാങ്ങി. അങ്ങനെ അവനെ വാങ്ങി ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അതിനുശേഷം ആ നാട്ടിൽ ശക്തമായിട്ടുള്ളൊരു മഴയുണ്ടായി. ആ മഴ ഉണ്ടായ സന്ദർഭത്തിൽ ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഈ അക്കാലഘട്ടം, അതായത് അവിടെ ഉണ്ടായിരുന്ന രാജാവ് അസൂമയുടെ പിതൃ സഹോദരൻ, അദ്ദേഹം പുറത്തുപോയ സന്ദർഭത്തിൽ മിന്നലേറ്റ് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടതോടുകൂടെ പിന്നീട് അബിസീനിയക്കാർക്കുള്ള ഓപ്ഷൻ അദ്ദേഹത്തിന്റെ 12 മക്കളാണ്. ആ 12 മക്കളെ ഓരോരുത്തരായിട്ട് അവർ രാജാവാക്കി. പക്ഷെ ആ 12 മക്കളും വിഡ്ഢികളായിരുന്നു. അതായത് രാജാവാകാനുള്ള ഒരു പ്രാപ്തി അതിൽ ഒരൊറ്റ മകനുണ്ടായിരുന്നില്ല. അപ്പൊ അവരെയും വെച്ചുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോയാൽ അത് അബിസീനിയക്ക് അപകടമാണ്, അബിസീനിയ അതോടുകൂടെ തകരുമെന്ന് നാട്ടുകാരും അതേപോലെ തന്നെ അവർക്ക് തന്നെ അവസാനം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ രാജാധികാരം എന്തുകൊണ്ടും ഏറ്റെടുക്കാൻ യോഗ്യനായിട്ടുള്ള, വിവേകിയായിട്ടുള്ള, ബുദ്ധിശാലിയായിട്ടുള്ള അസ്ഹുമയെ അവര് ഒരല്പം മുമ്പ് വിറ്റതിൽ അവർക്ക് അതിയായ ഖേദം ആ സന്ദർഭത്തിൽ അവർക്കുണ്ടായി. ഈ നാടിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, നേരത്തെ വിറ്റ അസ്ഹുമയെ അവർ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ അവരെല്ലാം അസ്ഹുമയും തേടി അവരിറങ്ങുകയാണ്. അവസാനം ഒരുപാട് തെരഞ്ഞു പിടിച്ച് അവസാനം അസ്ഹുമയെ അവർ കണ്ടെത്തി. അവനെ തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന തലയിൽ കിരീടം വെച്ച് ആ നാട്ടിലെ രാജാവാക്കി മാറ്റി. പക്ഷെ അദ്ദേഹത്തെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഉടമസ്ഥൻ ഒരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. അതായത് അദ്ദേഹം തേടിപ്പിടിച്ച് കൊട്ടാരത്തിലെത്തിയിട്ട് പരാതി പറഞ്ഞു. അതായത്, നിങ്ങൾ എന്റെ അടിമയെ തട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു, ഒന്നുകിൽ എന്റെ അടിമ എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ വാങ്ങിയ പണം 600 ദിർഹം എനിക്ക് തിരിച്ചു വരണം. ആ സന്ദർഭത്തിൽ അസ്ഹുമ അവരെ വിളിച്ച ആ സഹോദരങ്ങൾ വിളിച്ചുകൊണ്ട് അസ്ഹുമ പറഞ്ഞു, അദ്ദേഹം രാജാവാണ്, എന്നിട്ടും അദ്ദേഹം പറയാണ്, ഒന്നുകിൽ നിങ്ങൾ ഇയാളുടെ പണം തിരിച്ചു നൽകണം, അതല്ലെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോകും. ചിന്തിച്ചോക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മലിക്കുൻ ആദിൽ, അവിടെയും ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ആ പണം എല്ലാം നൽകി അദ്ദേഹത്തെ തിരിച്ചയച്ചു. പിന്നീട് അദ്ദേഹത്തെ അവർ തിരിച്ചയച്ചു. പിന്നീട് ആ നാടിന്റെ ഭരണാധികാരിയായിട്ട് അസ്ഹും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള നജാശി ആ നാട്ടിന്റെ ഭരണാധികാരിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് തന്റെ നാട്ടിലേക്ക് ഹിജറ വന്ന മുസ്ലിങ്ങളെ കൈക്കൂലി നൽകി തിരിച്ചേൽപ്പിക്കാൻ ഖുറൈശികൾ ശ്രമിച്ച സന്ദർഭത്തിൽ അത് വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, അതായത് എന്റെ ഭരണാധികാരം തിരിച്ചേൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നൊരു കൈക്കൂലി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് അദ്ദേഹം പറയാനുള്ള കാരണം ഈ ഒരു ചരിത്രം പിറകിലുള്ളത് കൊണ്ടാണ്. ഏതായിരുന്നാലും ഒരുപാട് കാലം പിന്നീടുള്ള കാലം സമാധാനത്തോടു കൂടെ മുസ്ലിങ്ങൾ അബിസീനയിൽ ജീവിച്ചു എന്നുള്ള ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവം. അങ്ങനെ ആ നജാശിയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ രാജഭരണം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് 12 മക്കളെല്ലാം അവിടെയുണ്ട്. ഏതോ ഒരു കാരണത്താൽ അദ്ദേഹത്തിന്റെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി അകത്ത് നിന്ന് ചില ഗൂഢശ്രമങ്ങൾ വീണ്ടും നടന്നു. ഏതൊരു അക്കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് ഇതേ രൂപത്തിൽ അധികാരം മറ്റുള്ള ആളുകളെ വധിച്ചെല്ലാം അധികാരം കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് എക്കാലഘട്ടത്തിൽ സർവ്വസാധാരണമാണ്. ആ രൂപത്തിലുള്ള ഒരു ശ്രമം, നജാശിയുടെ ഭരണം തട്ടിയെടുക്കാൻ വേണ്ടി ചില ഗൂഢശ്രമങ്ങൾ ആ നാട്ടിലുണ്ടായി. അപ്പൊ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അങ്ങേയറ്റം അവരുടെ ഭാവി ഓർത്ത് ഭയപ്പെട്ടു. കാരണം അവരുടെ ഭാവി ഇത് അപതാളത്തിലാകാൻ പോവാണ്. കാരണം നജാശിയാണ് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. നജാശി പോയി ഏതെങ്കിലും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് അത് അപകടമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നജാശി വളരെ രഹസ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സന്ദേശം അയച്ചു. അദ്ദേഹം അയച്ച സന്ദേശം എന്താന്ന് വെച്ചാൽ, ഈ രൂപത്തിലാണ് കാര്യങ്ങൾ, എനിക്കെതിരെ ചില നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അഥവാ ഞാനെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വേണ്ടി
ഒരു കപ്പൽ ഞാൻ രഹസ്യമായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കപ്പലിൽ കയറി നിങ്ങൾ രക്ഷപ്പെടുക, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക. അതേ രൂപത്തിലൊരു സന്ദേശവും നജാശി രഹസ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് അയച്ചു. അത് ലഭിച്ച ഉടനെ തന്നെ മുസ്ലിങ്ങൾ പ്രാർത്ഥന ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നജാശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളുകൾ ചെലവഴിച്ചു എന്നുള്ള. അങ്ങനെ ഒരല്പകാലത്തിന് ശേഷം, അതായത് ഈ നീക്കങ്ങൾ അതിന്റെ തീവ്രതയിലേക്ക് കടന്ന് നജാശി തനിക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന ആളുകളുമായിട്ട് യുദ്ധം അരങ്ങേറുകയാണ്. ആ യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികം നിർണായകമാണ്. കാരണം അവരുടെ അബിസീനിയൻ ഭാവി ആ യുദ്ധത്തിന്റെ ഫലത്തിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഫലം പെട്ടെന്ന് അറിയാൻ വേണ്ടി അവരൊരു പണി ഒപ്പിച്ചു. അതായത് യുദ്ധം നടക്കുന്നത് നൈൽ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. അപ്പൊ ആ യുദ്ധത്തിന്റെ അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി അവർ നദിയിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ചെറിയ ചങ്ങാടം, അതായത് കാറ്റ് നിറക്കുന്ന തോലുകൊണ്ട് നിർമ്മിച്ച ഒരു ബ്ലാഡർ പോലെയുള്ള അതേ രൂപത്തിലുള്ള ഒരു ചങ്ങാടം സമർത്ഥമായിട്ട് അവർ നിർമ്മിച്ചു. എന്നിട്ട് അതിൽ ഭക്ഷണം എല്ലാം വെച്ച് സുബൈർ ബിൻ അൽ അബ്വാം റളിയല്ലാഹു അൻഹുവിനെ അവർ ആ യുദ്ധം വീട്ടിക്കാൻ വേണ്ടി അവർ പറഞ്ഞയച്ചു. സുബൈർ ബിൻ അബ്വാം റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിന് നീന്തൽ അറിയായിരുന്നു, മനോഹരാണ്. അദ്ദേഹത്തിന്റെ മകൻ സുബൈർ ബിൻ അൽ അബ്വാം റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് കഅബ നീന്തി തവാഫ് ചെയ്ത്. ആ ചരിത്രം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അശറ മുബശ്ശിരിയിൽ വരുന്ന പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ചരിത്രം മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അദ്ദേഹം നൈൽ നദിയിലൂടെ സഞ്ചരിച്ച് രഹസ്യമായിട്ട് വിദൂരത്തുള്ള യുദ്ധം ആ നദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വീട്ടിച്ചു എന്നുള്ളതാണ്. നദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വീട്ടിച്ചു. ആ സന്ദർഭത്തിലുടനീളം മുസ്ലിങ്ങൾ പ്രാർത്ഥനാ നിർഭരരായിട്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, അത്യധികം ഭയത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ മുസ്ലിങ്ങൾ, അബിസീനിയയിലുള്ള മുസ്ലിങ്ങൾ അവർ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. അവസാനം സുബൈർ ബിൻ അബ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ദിവസങ്ങളോളം ആ നദിയിൽ വെച്ച് യുദ്ധമെല്ലാം രഹസ്യമായി വീട്ടിച്ച് അവസാനം നജ്ജാശിയുടെ സൈന്യം വിജയിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു. അതിസന്തോഷത്തോടുകൂടി അദ്ദേഹം മടങ്ങി. അദ്ദേഹത്തെയും കാത്ത് മുസ്ലിങ്ങൾ ആകാംക്ഷയോടുകൂടി അവിടെ നിൽക്കുകയാണ്. സുബൈർ ബിൻ അബ്വാം റളിയല്ലാഹു അൻഹു അവരെ കണ്ട ഉടനെ തന്നെ ഉറക്കെ തക്ബീർ മുഴക്കി, അല്ലാഹു അക്ബർ. എന്നിട്ട് അദ്ദേഹം അബ്ശിറു, മുസ്ലിങ്ങളോട് അദ്ദേഹം പറഞ്ഞു, സന്തോഷിച്ചുകൊള്ളുക, നജ്ജാശി വിജയിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ നന്ദി പറയാണ്. അതിമനോഹരമായിട്ടുള്ള സംഭവം. ഈ സംഭവത്തിൽ നിന്നും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നജാശി ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അല്ലെങ്കിൽ ആ നാട്ടിലെ ഭരണകൂടം ക്രൈസ്തവ ഭരണകൂടമാണ്. പക്ഷെ അവിടെ രണ്ട് വിഭാഗം, ഒന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച നജാശി, അതേ സന്ദർഭത്തിൽ മറ്റൊന്ന് വരാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളോട് പ്രതികൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് മറുപക്ഷത്തുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ആത്മാർത്ഥമായിട്ട് നജാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നജാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ നജാശി വിജയിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. അത് സമാനമായിട്ട് നമ്മുടെ സാഹചര്യത്തിലേക്ക്, ഇന്നത്തെ ലോകത്തേക്ക് വെക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു അമുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അമുസ്ലിം ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ ആളുകളും ഒരേ രൂപത്തിൽ മുസ്ലിങ്ങളെ വെറുക്കുന്നവരായിരിക്കില്ല. മുസ്ലിങ്ങളോട് കൂടുതൽ സൗഹൃദത്തോടെ സഹകരണത്തോടെ വർത്തിക്കുന്ന ആളുകളുണ്ടാകും. അവരെ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലിക്കാം, അവരുടെ വിജയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഇലക്ഷനിൽ, നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ചർച്ചകളിലെല്ലാം മുസ്ലിം നേതാക്കന്മാരെല്ലാം പറഞ്ഞത് അതേ കാര്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹുമ്മ ആമീൻ. ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, സമാനമായിട്ട് ഇപ്പോൾ റോമും പേർഷ്യയും യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിലും സ്വഹാബികൾ റോമിനെ അനുകൂലിച്ചിരുന്നു. എന്തിനാണ് അവരെ അനുകൂലിക്കുന്നത്? ക്രൈസ്തവരായിട്ടുള്ള ആളുകളല്ല. പക്ഷേ അവരെ അനുകൂലിക്കാനുള്ള കാരണം വിശ്വാസപരമായിട്ട് നമ്മുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്നത് ക്രൈസ്തവരായിരുന്നു. അത് കാരണം സ്വഹാബികൾ അവരെ അനുകൂലിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു പാഠവും ഈ ഒരു സംഭവം നൽകുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നീട് ഏതോ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിയെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി കത്തയക്കുന്നുണ്ട്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലും, അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലെല്ലാം ആ ഒരു നജ്ജാശിയുടെ കത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പ്രസിദ്ധമാണ് നജ്ജാശിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത്. റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിനുശേഷം മിൻ മുഹമ്മദിൻ റസൂലുള്ളാഹി ഇലാ നജ്ജാശി അൽ ഹബശ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ, അതിനുശേഷം മിൻ മുഹമ്മദിൻ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള മുഹമ്മദിൽ നിന്നും, ഇലാ നജ്ജാശി അൽ ഹബശ, അതായത് മലിക്കുൽ ഹബശ, എത്യോപ്യയുടെ ഭരണാധികാരിയായിട്ടുള്ള നജ്ജാശിക്ക് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കത്ത് ആരംഭിക്കുന്നത്. അസ്ലിം അൻതഫ ഇന്നി അഹ്മദു ഇലൈക അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിൽ
നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അൽ മലിക്കുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശ്റിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ. അതിനുശേഷം വഅശ്ഹദു അന്ന ഈസ ഇബ്നു മറിയം റൂഹുല്ലാഹി വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം. അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റൂഹുള്ളയാണ്, അതേപോലെ തന്നെ അള്ളാഹിന്റെ വചനാണ്. മറിയമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തിക്കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിൽ സൂചിപ്പിച്ചു. ആ കത്ത് ലഭിച്ച ഉടനെ തന്നെ നജാശി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകുന്നുണ്ട്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പടി ഞാൻ അംഗീകരിക്കുന്നെന്ന് നജാശി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് നജാശി അവിടെ വെച്ചുകൊണ്ട് രഹസ്യമായിട്ട് മുസ്ലിമായി. പക്ഷെ അത് പരസ്യമാക്കിയില്ല. പരസ്യമാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം അദ്ദേഹം സൂക്ഷിച്ചു. രഹസ്യമായിട്ട് സൂക്ഷിക്കുക മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ടൊരു വിവാഹം നടക്കുന്നത് നജാശി മുഖേനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിവാഹത്തിന് റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാശി ഏർപ്പാടാക്കി എന്നുള്ളതാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, അബൂ സുഫിയാൻ, അതായത് ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ മകൾ റംല ബിൻത്ത് അബൂ സുഫിയാൻ, അവരുടെ കുനിയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, അവർ പിന്നീട് റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്നുണ്ട്. അവർ ആദ്യം വിവാഹം കഴിച്ചത് ഉബൈദുല്ലാഹിബിന് ജഹ്ഷ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുല്ലാഹിബിന് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. അബ്ദുല്ലാഹിബിന് ജഹ്ഷിന്റെ എല്ലാം ചരിത്രം, ഉഹുദിന്റെ ആ രണാങ്കണത്തിലുള്ള അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും. അതേപോലെ തന്നെ അവരുടെ സഹോദരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഭാര്യയായിരുന്ന ഉമ്മാത്തുൽ മുഅ്മിനീനിൽ കടന്നു വരുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷ്. അപ്പൊ അവരുടെ എല്ലാം സഹോദരനായിരുന്ന ഉബൈദുല്ലാഹിബ്നു ജഹ്ഷിനെയാണ് ആദ്യം അബൂ സുഫിയാന്റെ മകളായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത്. ഈ ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ് അദ്ദേഹം നുബുവത്തിന് മുമ്പേ ജാഹിലിയ കാലത്തെ അദ്ദേഹം പ്രസിദ്ധനാണ്. ഞാൻ നേരത്തെ 5-ാമത്തെ ഭാഗത്ത് ഹുനഫാകളെ സംബന്ധിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതായത് ജാഹിലിയ കാലഘട്ടത്തും ഏകദേവാരാധനയിൽ അടിയുറച്ച് ബിംബാരാധന പൊടിഞ്ഞ് ജീവിച്ച എണ്ണപ്പെട്ട ചില ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, വറഖ ബിൻ നൗഫൽ, അതേപോലെ തന്നെ ലബീദ് ബിൻ റബീഅ, ഇതേ രൂപത്തിലുള്ള ചില പേരുകൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ഗണത്തിൽ പണ്ഡിതന്മാരെണ്ണപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണ് ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ്. അദ്ദേഹം ആ ഗണത്തിൽ കടന്നു വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ്. അദ്ദേഹം പിന്നീട് ജാഹിലിയ കാലഘട്ടത്ത് റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് യാത്ര ചെയ്ത് റോമിലേക്കും മറ്റും യാത്ര ചെയ്ത് അവസാനം അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് പിന്നീട് റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിച്ച ഉടൻ ആ നുബുവത്തിന്റെ ആദ്യ വർഷത്തിൽ അതല്ലെങ്കിൽ 2-ാം വർഷത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അസാബിഖൂനൽ അവ്വലൂൻ. അതിനുശേഷം പിന്നീട് അദ്ദേഹം അബൂ സുഫിയാന്റെ മകളെ, അതായത് റംല അല്ലെങ്കിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ അവർ വിവാഹം കഴിച്ചു. ആദ്യത്തെ അബിസീനിയൻ പലായന സംഘത്തിൽ അദ്ദേഹവും ഈ റംലയും ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ. അബിസീനിയയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ മരണം ഏത് രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതിൽ നിരവധി ഇഖ്തിലാഫുകളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, നിരവധി ചർച്ച, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ അത് പിന്നീട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട്, അതായത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്ക് അവിടെ വെച്ചുകൊണ്ട് ഭർത്താവിനെ നഷ്ടപ്പെടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സത്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച് അന്യനാട്ടിലേക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് ഭർത്താവ് നഷ്ടപ്പെടാണ്. അതും ചില്ലറക്കാരിയല്ല, മക്കയിൽ ഖുറൈശികളുടെ ഏറ്റവും പ്രമാണിയായിരുന്ന അബൂ സുഫിയാന്റെ മകൾ കൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം വിഷമായി. പറയുന്ന പ്രത്യേകമായിട്ടൊരു കാര്യം, ഇതെല്ലാം ഹിജ്റ 6-ാം വർഷത്തിലാണ് സംഭവിക്കുന്നത്, മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. പക്ഷേ നജാശിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു പോവാൻ പ്രത്യേകം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവരുമായിട്ട് റസൂലുള്ളാഹി വിവാഹം ആലോചിക്കുകയാണ്. വിവാഹം ആലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹി നജാശിക്കാണ് കത്തെഴുതുന്നത്. നജാശിക്ക് കത്തെഴുതിയിട്ട് റസൂലുള്ളാഹി കത്തിൽ സൂചിപ്പിച്ചു, നിങ്ങൾ അവരോട് ചോദിക്കുക, അവർക്ക് സമ്മതാണെങ്കിൽ, അതായത് ഉമ്മു ഹബീബക്ക് സമ്മതാണെങ്കിൽ നിങ്ങൾ, അതായത് നജാശിയോട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ എന്റെ പ്രതിനിധിയായിട്ട് ആ വിവാഹം നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നടത്തണം. ആ റസൂലുള്ളാഹി വിവാഹം ആലോചിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു, ഏതൊരു വിവാഹത്തിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. ഈ ഒരു വിവാഹത്തിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞു, അതായത് മറ്റൊരു അന്യനാട്ടില്
ഭർത്താവിനെ നഷ്ടപ്പെട്ടുകൊണ്ട് അവർ വിധവയാവുകയാണ്. അത് മാത്രമല്ല അബൂ സുഫിയാന്റെ മകള് കൂടിയാണ്. അബൂ സുഫിയാൻ ഖുറൈശി ലീഡറാണ്. അതിന്റെ പിന്നിൽ ഒരു പ്രത്യേകമായിട്ടൊരു സൈക്കോളജി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അബൂ സുഫിയാന്റെ മകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്രയേറെ എതിർക്കുന്ന, റസൂലുള്ളാഹിക്കെതിരെ യുദ്ധത്തിനെല്ലാം നേതൃത്വം നയിക്കുന്ന അബൂ സുഫിയാന്റെ സ്വന്തം മകള് റസൂലുള്ളാഹിന്റെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട് കഴിയുകയാണ്. അതിന് പിന്നിലുള്ള ഒരു സ്ട്രാറ്റജി അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിലപാടിലുണ്ടാകുന്ന ഒരു മാറ്റത്തെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതായിരുന്നാലും ഈ സംഭവം അരങ്ങേറി ഉടനെ തന്നെ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ നജാശിക്ക് ഈ ഒരു കത്ത് ലഭിച്ച ഉടനെ തന്നെ നജാശി ഒരു പരിചാരികയെ വിവരം അറിയിക്കാൻ വേണ്ടി ഉമ്മു ഹബീബയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അതായത് ഇതേ രൂപത്തിലുള്ള ആ സംഭവം പറയാൻ വേണ്ടി നജാശി ഒരു ദൂതയെ അല്ലെങ്കിൽ ഒരു പരിചാരിക അയച്ചു. പരിചാരിക പോയിട്ട് ഈ സംഭവം പറഞ്ഞു, അതായത് ഈ ലെറ്റർ കൊടുത്ത സന്ദർഭത്തിൽ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ അവർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാതായിരുന്നു. അവർ അത്യധികം സന്തോഷിച്ചു. കാരണം അതിലും വലിയൊരു ഭാഗ്യം എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ വിവാഹാലോചിക്കുകയാണ്. അപ്പൊ സന്തോഷം കാരണം ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, സന്തോഷം കാരണം അവർ ധരിച്ചിരിക്കുന്ന മുഴുവൻ ആഭരണങ്ങൾ ഊരിയെടുത്ത് ആ രാജാവിന്റെ പരിചാരികക്ക് അവര് നൽകിയെന്നുള്ള. ആ പരിചാരികയുടെ പേര് അബ്രഹ എന്നാണ്. അബ്രഹ ഉബ്രുഹ ഇതേ രൂപത്തിലുള്ള ഒരു പേരാണ് ആ പരിചാരികക്ക് ചരിത്ര ഗ്രന്ഥത്തിൽ നൽകപ്പെട്ടതായിട്ട് കാണുക. ആ കത്ത് ലഭിച്ച അതേ ദിവസം വൈകുന്നേരം നജാശി മുഴുവൻ മുസ്ലിങ്ങളെയും കൊട്ടാരത്തിലേക്ക് ആ വിവാഹത്തിന് വേണ്ടി വിളിച്ചുകൂട്ടുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും, ജാഫർ ബിൻ അബീ ത്വാലിബ്, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള നിരവധി സ്വഹാബികളെല്ലാം മുസ്ലിങ്ങളെ ഒന്നടങ്കം ആ കൊട്ടാരത്തിലേക്ക് നജാശി ക്ഷണിച്ചു. പ്രവാചകന്റെ വക്കീൽ, പ്രവാചകന്റെ പ്രതിനിധിയായിക്കൊണ്ട് നജാശി ആ വിവാഹത്തെ അവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചു. റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായിട്ട് നജാശി, അതേ സന്ദർഭത്തിൽ മറുപക്ഷത്ത് ഉമ്മു ഹബീബയുടെ പ്രതിനിധിയായിട്ട് അവരുടെ തന്നെ കുടുംബാംഗമായിരുന്ന ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ് എന്നറിയപ്പെടുന്ന റളിയല്ലാഹു അൻഹു, മറ്റൊരു സ്വഹാബി, ഉമയ്യ വംശത്തിൽ അതേ കുടുംബത്തിൽ വരുന്ന അവരുടെ അടുത്ത ബന്ധുവാണ്. അവര് ഉമ്മു ഹബീബയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ വിവാഹത്തിൽ പങ്കെടുത്തു. ആ വിവാഹത്തിന് ആ ഖുത്ബ ചടങ്ങുകളെല്ലാം നടന്ന് വിവാഹം നജാശി നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, റസൂലുള്ളാഹിക്ക് വേണ്ടി നജാശി 400 സ്വർണ്ണ നാണയങ്ങൾ മഹറായിട്ട് നൽകി എന്നുള്ള. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മഹറിന്റെ തുക ലഭിച്ച പ്രവാചക പത്നിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അത് റസൂലുള്ളാഹി അല്ല കൊടുത്തതെന്നുള്ളത് മാത്രം. ഏതായിരുന്നാലും ആ വിവാഹം എല്ലാം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ, മുസ്ലിങ്ങൾ ആ കൊട്ടാരത്തിൽ നിന്ന് പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ നജാശി അവരെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ അവര് പറഞ്ഞു, എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് പോകാമല്ല. ആ സന്ദർഭത്തിൽ നജാശി പറഞ്ഞു, വിവാഹം കഴിഞ്ഞാൽ സദ്യ നൽകുക എന്നുള്ള ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ട്. ഒരു പ്രവാചകന്റെ വിവാഹം കൂടെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നജാശി അതിസമൃദ്ധമായിട്ടുള്ള സദ്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടുകയും ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം പിറ്റേ ദിവസവും രാജാവിന്റെ പരിചാരിക വന്നിട്ട് നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉമ്മു ഹബീബക്ക് രാജാവ് കൊടുത്തയച്ചത് നൽകി. ആ സന്ദർഭത്തിൽ ആ പരിചാരിക, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉബ്രുഹ, ആ പരിചാരിക ആയിട്ടുള്ള സ്ത്രീ അവര് ഉമ്മു ഹബീബയോട് പറയുന്നുണ്ട്, ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് ഇനി ഒരൽപ്പം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ പേരൊന്ന് നിങ്ങൾ പറയണം. അത് മാത്രമാണ് അവർക്കുള്ള അപേക്ഷ. ഞാൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ സംബന്ധിച്ചൊന്ന് ആ റസൂലുള്ളാഹിനോട് പറയണമെന്ന് അവർ അപേക്ഷിക്കാൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. പക്ഷേ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പിന്നീട് റസൂലുള്ളാഹിന്റെ അടുത്തെത്തുന്നത് ഏകദേശം ഒരു വർഷം എല്ലാം കഴിഞ്ഞ് ഖന്തക്ക് യുദ്ധത്തിന് ശേഷമാണ്. നമുക്കറിയാം, ഖന്തക്ക് യുദ്ധത്തിന് ശേഷം ഹിജ്റ 7-ാം വർഷം ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ മദീനയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഉമ്മു ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്നത്. റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതായത് ആ പരിചാരികയെ സംബന്ധിച്ച് അവരത് മറന്നില്ല. അവർ കൃത്യമായിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇതേ രൂപത്തിൽ ഒരു സ്ത്രീ എന്നോട് അബസീനയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ സലാം മടക്കി റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെല്ലാം സ്വഹിയായിട്ടുള്ള ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നജാശി മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഈ അസാധാരണമായിട്ടുള്ള സൗഹൃദവും അടുപ്പവും, അതേപോലെ തന്നെ നേരത്തെ തുടക്കത്തിൽ തന്നെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ സംസാരിച്ച സന്ദർഭത്തിൽ തന്നെ നജാശി അനുകൂലിച്ച് സംസാരിച്ചതെല്ലാം കാരണം ഇതേ രൂപത്തിലുള്ള നിരവധി കാരണങ്ങളാൽ
ആ നാട്ടിലുടനീളം നജ്ജാശി മുസ്ലിമായി എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു കിംവദന്തി നാട്ടിൽ പല ആളുകളിലൂടെയും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ നജ്ജാശിക്കെതിരെ ഗൂഢമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. ആ വിവരമെല്ലാം നജ്ജാശി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചാരന്മാർ മുഖേന അദ്ദേഹം കൃത്യമായിട്ട് ആരാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത്, അത്തരം വാർത്തകളെല്ലാം കൃത്യമായിട്ട് നജ്ജാശി അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അവസാനം ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ അവരെ നേരിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം വിളിപ്പിച്ചു, അവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവര് എത്തുന്നതിനൊരല്പം മുമ്പായിട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ഒരു ഷഹാദത്ത് കലിമ, ആ ഒരു കലിമയുടെ വാക്കുകൾ അദ്ദേഹം എഴുതിയിട്ട് തന്റെ ഷർട്ടിനുള്ളിൽ നെഞ്ചിന്റെ ഭാഗത്ത് അദ്ദേഹം രഹസ്യമായിട്ട് അവിടെ സൂക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം നോക്കുക, അതിനുശേഷം ആളുകൾ വന്നു. അതായത് അദ്ദേഹത്തിന് എതിരെ ഈ വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ കൊട്ടാരത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് ചോദിച്ചു, ഇത്രയും കാലം ഞാൻ നിങ്ങളെ ഭരിച്ചിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾ നീതിയോട് നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളെ ഭരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ഞാൻ അനീതിയായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, നിങ്ങൾ നീതിമാനാണ്. ഉടനെ തന്നെ നജ്ജാശി അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ എന്താണ് ഇതേ രൂപത്തിൽ എനിക്കെതിരെ ഇതേ രൂപത്തിലുള്ള? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഏക പ്രശ്നം ഞങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ നാടിന്റെ, അതായത് ക്രിസ്തുമതം നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ഞങ്ങൾ കേൾക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്ത ഇവിടെയുണ്ട്, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഉടനെ തന്നെ നജ്ജാശി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് നിങ്ങളുടെ വിശ്വാസം? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസം, അവർ ക്രിസ്തുമത വിശ്വാസം അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം യേശുവാണ് ദൈവം, അല്ലെ യേശുവാണ് രക്ഷകൻ, അതേപോലെ തന്നെ യേശു പാപങ്ങൾ, അതേ രൂപത്തിലുള്ള ക്രിസ്തുമത വിശ്വാസം അവർ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ ഉടനെ തന്നെ നജ്ജാശി തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, അദ്ദേഹം ഒരു അല്പം മുമ്പ് ആ ഷർട്ടിനടിയിൽ ഒരു പേപ്പറിൽ ആ കലിമ എഴുതി വെച്ചിട്ടുണ്ട്, അത് അവർ കാണുന്നില്ല. അതിൽ തൊട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, വല്ലാഹി ഇത് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ നജ്ജാശി ഉദ്ദേശിക്കുന്നതൊന്നും കേൾക്കുന്ന അവർ കരുതുന്ന മറ്റൊന്നും സൗര്യ എന്ന് അറിയപ്പെടും. അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം നോക്കുക, അതോടുകൂടി അവർക്ക് തൃപ്തിയായിട്ട് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചു. പിന്നീട് നമുക്കറിയാം, ഖൈബർ യുദ്ധത്തിന് ശേഷം നേരത്തെ പറഞ്ഞ ഹിജ്റ 7-ാം വർഷം ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ എത്യോപ്യയിലേക്ക് പോയ സംഘം തിരിച്ചു വരുന്നുണ്ട്. ഖൈബറിന്റെ ആ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹ് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തിരിച്ചെത്തിയതാണോ അതോ ഖൈബറിലെ വിജയം, അത് രണ്ടിൽ ഏതാണ്? അതേ രൂപത്തിൽ റസൂലുള്ളാഹി പരാമർശിക്കുന്നതായിട്ട് സ്വയമായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഹിജ്റ വർഷം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരിക്കൽ രാവിലെ റസൂലുള്ളാഹി അപ്രതീക്ഷിതമായിട്ട് മിമ്പറിലേക്ക് കയറി. സ്വഹീൽ ബുഖാരിയിലെ ഹദീസ് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറി സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് മാത്തൽ യൗമ റജുലുൻ സ്വാലിഹ്, നിങ്ങളുടെ നല്ലവനായിട്ടുള്ള സ്വാലിഹായിട്ടുള്ള ഒരു അനുയായി ഈ ഒരു സന്ദർഭത്തിൽ മരണപ്പെട്ടതായിട്ട് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് ദിവസങ്ങളോളം യാത്രാ ദൂരമുള്ള അബിസീനിയയിൽ നജ്ജാശി ആ ഒരു സന്ദർഭത്തിൽ മരണപ്പെട്ട ആ വാർത്ത ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. അത് ഏതെങ്കിലും വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയല്ല, മറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ വഹി കൊടുക്കുക. അതല്ലാതെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്പോട്ടിൽ റസൂലുള്ളാഹി വിവരം അറിയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിക്ക് വേണ്ടി അവിടെ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ചു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് മറഞ്ഞ മയ്യത്തിന്, അതായത് മയ്യത്ത് മുന്നിലില്ലാതെ റസൂലുള്ളാഹി മറ്റൊരാൾക്ക് വേണ്ടി സ്വലാത്തു അലൽ ഗായിബ്, റസൂലുള്ളാഹി അതേ രൂപത്തിൽ മയ്യത്ത് നമസ്കരിക്കപ്പെട്ട ഏക വ്യക്തിയാണ് നജ്ജാശി. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഫിഖ്ഹി പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. നജ്ജാശി അല്ലാതെ നിരവധി പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ കാലത്ത് വ്യത്യസ്ത സ്ഥലത്ത് യുദ്ധത്തിനും മറ്റും മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി അവർക്ക് വേണ്ടിയൊന്നും റസൂലുള്ളാഹി ജനാസ നമസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല. മറ്റൊരു ഏക സംഭവം കാണുന്നത്, ആ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ,
അവർ രാത്രി മരണപ്പെട്ടു. സ്വഹാബികൾ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി അവർ രാത്രി തന്നെ അവരുടെ ജനാസ എല്ലാം ഖബറടക്കി. രാവിലെ റസൂലുള്ളാഹി അവരെ അന്വേഷിച്ചു. ആ സന്ദർഭത്തിൽ അവർ മരണപ്പെട്ടു എന്ന വിവരം അവർ പറഞ്ഞു. ഉടനെ തന്നെ റസൂൽ എന്തുകൊണ്ട് നിങ്ങളെന്നെ അറിയിച്ചില്ല? അങ്ങനെ റസൂലുള്ളാഹി ഖബറിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അത് നജാശി രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം ഇസ്ലാം അനുഷ്ഠിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ അബിസീനയിൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ ഒരാളില്ല, അതുകൊണ്ടാണ് റസൂലുള്ളാഹി നമസ്കരിച്ചതെന്നും, അതല്ല മറ്റു രൂപത്തിലാണ്. ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്, നമ്മുടെ സീറായിട്ട് ബന്ധപ്പെടുന്ന വിഷയമല്ല. അവിടെ വെച്ചുകൊണ്ട് റസൂൽ അവര് നജാശിയെ ഖബറടക്കി. മറ്റൊരു കാര്യം, ഇന്നും അതായത് അബിസീനയിൽ ഇന്നും നജാശിയുടെ ഖബർ പ്രസിദ്ധമാണ്. നിരവധി സഞ്ചാരികളെല്ലാം അങ്ങോട്ട് പോകാറുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഇന്നും അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ രൂപത്തിൽ അബിസീനയിൽ മുസ്ലിങ്ങൾ നിരവധി കാലം അവരെ താമസിച്ചു എന്നുള്ളതാണ്. അബിസീനയിൽ മുസ്ലിങ്ങൾ ഹിജറ പോയി അവിടെ താമസിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അബിസീനയിലേക്ക് ഇതേ രൂപത്തിൽ ഒന്നടങ്കം ഹിജറ പോയ സന്ദർഭത്തിൽ, ഇനി നമ്മൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ മക്കയിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പ്രസിദ്ധനായിട്ട് ഖുറൈശികൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതേ രൂപത്തിലുള്ള ഒരു പീഡനങ്ങളും മറ്റും കാരണം ഒന്നടങ്കം അവിടെ പോകുന്ന സന്ദർഭത്തിലും അതിലൊരു അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കാണ്. 2 ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് സംഭവിക്കുന്നത്. ആദ്യം ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവർ ഇസ്ലാം സ്വീകരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ 2 ആളുകളുടെയും ഇസ്ലാം സ്വീകരണം മക്കൻ സീറയിൽ, അതായത് മക്കയുടെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വഴിത്തിരിവുണ്ടാക്കിയ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തോടുകൂടെ യഥാർത്ഥത്തിൽ മക്കയിൽ മുസ്ലിങ്ങൾ പുതിയൊരു അധ്യായം രചിക്കാൻ പോവാണ്. മനോഹരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്, ഇസ്ലാമിലേക്ക് അവരെത്തിച്ച കാര്യങ്ങൾ, അവരുടെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള സ്വഹാബത്തിന്റെയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.